പല്ലുവിന്റെ റിച്ച് ലുക്കും ബോർഡറിന്റെ തിളക്കും ഈ ഒരു 4 gram തന്നെ. ഞാൻ ഈ വീവിങ് കണ്ടിട്ടേ ഇല്ല സത്യം പറയാം. ആക്ച്വലി ഈ സാധനം ഞാൻ പറയുന്ന ഡയലോഗാണ്. 35 പറഞ്ഞ സാരി ഇപ്പൊ ചേച്ചി ഞങ്ങൾക്ക് 31 പറഞ്ഞു. എന്നിട്ട് അതിലും നമുക്ക് ഡിസ്കൗണ്ട് വേറെ ഉണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെ വേണമെങ്കിലും എടുത്തോ, രാവിലെ തൊട്ട് രാത്രി വരെ എടുത്തോ, ഡാൻസ് കളിച്ചോ, ഒന്നാവില്ല. ഒരു പാടിനില്ല, ഒന്നിനില്ല. ഈ സാരിയുടെ ഒന്ന് വെയിറ്റ് പിടിച്ച് നോക്കൂ. 30 ഗ്രാമിന്റെ സാരി കേട്ടോ. ഇത് നമ്മുടെ ഭാരതപ്പുഴ തീരാണ്. ഇതിന്റെ വീവിംഗ് തന്നെ നമുക്ക് ബനാറസി പാറ്റേണിന്റെ വീവിംഗ് വരുന്ന ഒരു പാറ്റേൺ ആണ്. കടയ്ക്ക് സപ്ലൈ ചെയ്യുന്നതും നമ്മൾ പട്ടുസാരികളാണ്. ഫുൾ കളക്ഷൻ ഞാൻ ഫസ്റ്റ് ടൈം കാണിക്കുന്നത് ചേച്ചിയുടെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. ബ്രൈഡിന് എടുക്കാൻ വരുന്നവര് ബ്രൈഡ്സ് മെയ്ഡ്സ് ആയിട്ടും അവർ വലിയ സാരി എടുത്തേ പോകാറുള്ളൂ. അഡീഷണൽ വൈറൂസി കോൺസെപ്റ്റ് വിത്ത് ബ്യൂട്ടിഫുൾ നമുക്ക് ബുട്ടാസും കൂടി വരുന്നതാണ്. അവരവർക്ക് എന്ത് സാരി എഴുതി വെച്ചിട്ടുണ്ടോ ആ സാരി അവരുടെ കയ്യിലെത്തിക്കോളും. ഒരു മിനിമലിസ്റ്റിക് ലുക്കിൽ നല്ല ഹെവി സാരിയാണ്. ഇതൊക്കെ നിങ്ങൾ ബ്രൈഡായിട്ട് കൊടുത്ത് നോക്കുമ്പോൾ മാത്രം അതിന്റെ ആ ഒരു ഫുൾ നിങ്ങൾ ആ ഒരു ഇത് കിട്ടുള്ളൂ. മാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്, പിന്നെ കൂർഗിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. 3 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോപ്പർ, ഗോൾഡ് ആൻഡ് സിൽവർ. സിൽവർ ഇങ്ങനെ ഉണ്ടാവും, ഇത് കോപ്പറും സിൽവറും മിക്സ്ഡ് ആണ്. ഒരു സാരി എടുക്കുകയാണെങ്കിൽ 4 സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വന്നെടുത്താൽ മതി. പല പേരിലാണ് അറിയപ്പെടുന്നത്, പക്ഷെ ഇത് ആക്ച്വലി ഡൂപ്പിയോൺ ടസർ ആണ്. ഇത് ഹാഫ് മണ്ഡല ഡിസൈൻ പറയും ചേച്ചി. മണ്ഡല ഫുൾ മണ്ഡല അല്ല. പ്യുർ സിൽക്കില് പിച്ച്വായ് പ്രിന്റ് ശുഭരാഗ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളത്തിൽ ചാടാനല്ല പോണ, ഇത് നമ്മുടെ ഭാരതപ്പുഴ തീരാണ്. അപ്പൊ ഇന്നും നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ നമ്മൾ എക്സാക്ട് കുത്താമ്പുള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുത്താമ്പുള്ളിയിൽ ഭാരതപ്പുഴ തീരത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒളിഞ്ഞു കിടക്കല്ല, അത്യാവശ്യം യൂട്യൂബിൽ കുറച്ച് ഫേമസ് ഒക്കെ ആണ്. അപ്പോൾ കുത്താമ്പുള്ളിയിൽ നമ്മൾ ആകെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ള കുറേ കടകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കുള്ള തരിയിൽ നെയ്യുന്ന ശബ്ദങ്ങളും താളങ്ങളും ഇതൊക്കെ കേൾക്കുന്നത് ഇവിടെയാണ് കേട്ടോ. എക്സാക്ട് നമ്മൾ ഏറ്റവും ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് മൊത്തം മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കടയുടെ പേരൊക്കെ അറിയണമെങ്കിൽ ഇവിടുത്തെ ഓണർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. വാ, നമ്മുടെ ശുഭരാഗ ആ പേരിൽ തന്നെയാണ് നമുക്ക് ഷോപ്പ് വരുന്നത്. ശുഭരാഗ മദൻ മോഹൻ. അതെ. അപ്പൊ എന്താണ് ഈ ശുഭരാഗയില് കിട്ടുന്ന ഐറ്റംസ്? നമ്മൾ മെയിൻ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്, എൻ്റെ പേര് ശുഭരാഗ. അപ്പോൾ ഇപ്പൊ റീറ്റെയിൽ സെക്ഷൻ നോക്കുന്നത് ഞാനാണ്, ലൈക്ക് ശുഭ്ര ടെക്സ്റ്റൈൽസിന്റെ. നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കടയ്ക്ക് സപ്ലൈ ചെയ്യുന്നതും നമ്മൾ പട്ടുസാരികളാണ്. മെയിൻലി നിങ്ങൾക്ക് പ്യുർ പട്ടുസാരികൾ ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 4 gram സാരിയുടെ അങ്ങനെ അതെ പ്യുർ 4 gram സാരിയുടെ സാരിയാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇത് ചേച്ചിയുടെ കത്താന്റെ ബനാറസി സാരിയാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരിയും കൂടിയാണ്. ഫുൾ കംഫർട്ടബിൾ സാരിയാണ്. ഞാനിപ്പോൾ രാവിലെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കും വലിയ അൺകംഫർട്ട്നെസ് ഒന്നുമില്ല. ഭയങ്കര ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് സാരി, അങ്ങനെ തന്നെ പറയാം. 4 gram ഉണ്ട്, 8 gram ഉണ്ട്. അങ്ങനെ ഗ്രാമുകൾ കയറുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള റേറ്റ് ഷോറൂമിൽ, വലിയ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടും. ആ റേറ്റ് കുറവുള്ളത് നമുക്ക് കിട്ടണമെങ്കിൽ ശുഭരാഗ ടെക്സ്റ്റൈൽസ് വേണം. കാരണം നോക്കേണ്ട ഒരു ഇത് തന്നെയാണ്. നിങ്ങൾ തന്നെ സപ്ലൈസ് കാര്യങ്ങൾ. അതെ, സപ്ലൈ ഒക്കെ നമുക്ക് ഒരുപാട് നമ്മൾ കടകൾക്ക് സപ്ലൈ ഉണ്ട്. ബട്ട് നമ്മൾ എന്താ വി ഷുഡ് നോട്ട് റിവീൽ ദ നെയിം. അതുകൊണ്ട് മാത്രം ഐ എം നോട്ട് റിവീലിംഗ് ദ നെയിം. ബട്ട് വി ആർ മാനുഫാക്ചറേഴ്സ്. യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് ടു സീ അവർ കളക്ഷൻസ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ലൈക്ക് 4 gram ഒക്കെ കാണുമ്പോൾ തന്നെ തിളക്കത്തിൽ നിങ്ങൾ വീണു പോകും, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന സാരീസിന്റെ ഇഷ്ടം പോലെ കളർ കോമ്പിനേഷൻ ഉണ്ട്, പിന്നെ ബ്രൈഡൽ അങ്ങനെ. അപ്പൊ ഇത് മാത്രം ഇവിടെ കടയിലുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് കൂടാണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള 560 തൊട്ടിട്ട് നമുക്ക് ഗിഫ്റ്റിംഗ് സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് 420 തൊട്ടിട്ട് ഫാൻസി സാരീസ്, ലൈക്ക് 560 തൊട്ടിട്ട് നമുക്ക് ഗിഫ്റ്റിംഗ് സാരീസ് അവൈലബിൾ ആണ്. ലൈക്ക് സോഫ്റ്റ് സിൽക്ക്, സെമി സോഫ്റ്റ് സിൽക്ക് തൊട്ടിട്ട് അങ്ങനെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വലിയ വലിയ ഷോപ്പിലേക്ക് പോകുന്നതായിട്ട്. ഇനിയിപ്പോ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇത് ഭാരതപ്പുഴ, ഇത് നമ്മുടെ ഭാരതപ്പുഴ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിവർ ഇൻ കേരളത്തിലെ ഏറ്റവും വലിയ റിവറിലെ ഭാരതപ്പുഴ തീരം. അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കുത്താമ്പള്ളി ഇതൊക്കെ കൂടി കൂട്ടിമുട്ടുമ്പോൾ നമ്മള് ലാസ്റ്റ് ആ ഒരു തരി നെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നതിനെ കേൾക്കാനും കാണാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ എത്തിച്ചേരണമെന്ന് മാത്രം നമ്മുടെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ. എന്താ പറഞ്ഞാൽ കുറെ പേർക്ക് അറിയാതെ പോണ ഒരു സ്ഥലങ്ങളാണ് ഈ എക്സാക്ട് കുത്താമ്പള്ളി. അതെ, കുത്താമ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കുത്താമ്പള്ളി കഴിഞ്ഞു. അല്ല, കുറെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കുറെ നല്ല നല്ല ഗ്രാമം അതൊക്കെ നമുക്ക് ആസ്വദിച്ച് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടുപോകാം. പിന്നെ നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് ഒരു വീടാണ്, ശരിക്കും പറഞ്ഞാൽ ഷോപ്പല്ല, വീട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. ഷോറൂമിലൊക്കെ പറയുമ്പോൾ കുറെ സ്റ്റാഫ്സ് ഉണ്ടാവും, കുറെ ലൈറ്റിംഗ്, അത് ഇത് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പൈസ അതിന്റെ സാരീസിൽ കയറും. അപ്പൊ അഫോർഡബിൾ റേഞ്ചിലുള്ള സാരീസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഷുവർ, ഉറപ്പായിട്ട് നമുക്ക് പോവാം. അപ്പൊ ശുഭരാഗ ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. യെസ്.
ഷോപ്പിന്റെ പേര് വരുന്നത് ശുഭരാഗ ടെക്സ്റ്റൈൽസ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ സാരീസിലത്തെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ പട്ടുസാരി എന്ന് നമ്മൾ പറയുന്നത് കാഞ്ചീപുരം, അത് വരെ ഇവിടെ കിട്ടും കേട്ടോ. അതും അഫോർഡബിൾ റേഞ്ചില്. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കിയാൽ എന്താണ്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമാണ് കണ്ടോ. ഇവിടെയാണ് മൊത്തം തറികൾ നെയ്യുന്നതും ശബ്ദങ്ങളും താളങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരു സ്ഥലം. അപ്പൊ എന്തായാലും ശുഭരാഗ കിറ. കുറെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. കുറേക്കൊക്കെ ടൂ വീലറിലും പല പല സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ വന്നൊരു കോട്ടയം, അവര് കോട്ടയം, പിന്നെ ഇനിയൊരുത്തർ വന്നവര് കോഴിക്കോട്. അങ്ങനെ നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സ് കോഴിക്കോട്, കൊല്ലം, നമുക്ക് ആലപ്പുഴ, മെയിൻലി നമുക്ക് കോഴിക്കോട് നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അതുപോലെ കസ്റ്റമേഴ്സും എല്ലാ സ്ഥലത്തു നിന്ന് ഓരോ കസ്റ്റമേഴ്സ് ഉണ്ട്. അത് നമുക്കൊരു ഇതുണ്ട്. അപ്പൊ ഓൺലൈനും ഫെസിലിറ്റീസ് ഉണ്ട്, വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്രാമം ആസ്വദിക്കും ചെയ്യാൻ കൂടെ സാരീസും മേടിച്ചിട്ട് പോവാ. അപ്പൊ ഒന്ന് കയറി നോക്കിയാൽ എന്തൊക്കെയാ വെറൈറ്റീസ്. അപ്പൊ എന്തായാലും ഈ സാരി അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ വെറൈറ്റീസ് ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ. വരും. മുകളിലും അടിയിലും രണ്ട് സ്ഥലത്തും നമുക്ക് കളക്ഷൻസ് ഉണ്ട്. ആഹാ, ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒന്ന് നോക്കിയോടെ കേട്ടോ. ഒരു ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോട്ടയം കൊല്ലം ഏതൊരു ഭാഗം എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഇവിടെ മൊത്തം വരുന്നത് നമുക്ക് പട്ട് സാരിയുടെ കളക്ഷൻ വീഡിയോയിൽ എടുത്തോട്ടെ. ഓക്കെ, സെറ്റ്. അപ്പൊ ഞാനൊന്ന് അടുത്തേക്ക് വരാം. എന്തായാലും ഫാമിലി അമ്മയാണ്. എന്താ അമ്മ നീങ്ങിയിരുന്നോ എന്നാലും ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാ വന്നത്, എങ്ങനെയാ അറിഞ്ഞിട്ട് വന്നത്? ചേച്ചി ഞങ്ങൾ കൂടുതലും ഇപ്പം എൻ്റെ അനിയൻ്റെ മാരേജ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എങ്ങനെയാലും സാരി എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ഒരു റിസർച്ച് പോലെ നടത്തി. അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന യൂട്യൂബിനെയാണ്. അപ്പോൾ കൂടുതലും യൂട്യൂബിനോട് ചോദിച്ചു, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. ഇപ്പോൾ മമ്മീൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവരിങ്ങനെ നമ്മളിങ്ങനെ ഇവിടേക്ക് വന്നത് അറിഞ്ഞു. ഇങ്ങനെ കുറേ ഞങ്ങൾ തൃശ്ശൂർ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വരായിരുന്നു കാലത്ത്. ഇത് അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞാൽ എന്താ അറിയിക്കാൻ. അങ്ങനെയുണ്ടല്ലേ. ഫോൺ നമ്പറിന്റെ ഒരു നമ്പർ മിസ് 9 നമ്പർ ഉണ്ടായിരുന്നുള്ളൂ. അടുത്താണ് നമുക്ക് ശ്രദ്ധിക്കാം. തൃശ്ശൂർ എവിടെയാ? ആമ്പല്ലൂര്. അയ്യോ, ഒന്നുകൂടി അടുത്തായിരുന്നു. ഓക്കെ, കുറെ നേരം എന്റെ ഇങ്ങനെ മോത്തേക്ക് കുട്ടി നോക്കിക്കൊണ്ടിരിക്കണ. എന്താ പേര് ഉണ്ണീരെ? ജെറമ്യ. മിണ്ടൂലേ ജെറമ്യ? എന്റെടാ ഇഷ്ടമായോ? നിനക്ക് പറ്റിയത് ഒന്നുമില്ല ഇവിടെ. എങ്ങനെ സാരീസ് അഫോർഡബിൾ ആണോ? ഞാൻ അതും കൂടി ചോദിക്കണം. നമുക്ക് സാരീസ് മാത്രമേ. അതെ അതെ അതെ. ഞങ്ങളിപ്പോൾ വേറെ കടകളിലൊക്കെ ഞങ്ങൾ കയറി. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്കിപ്പ് ചെയ്ത് വന്ന അവസാനം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ കുറേ സെലക്ഷൻസ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. ഞാൻ ഈ കല്യാണത്തിനോടനുബന്ധിച്ച് സാരികൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എന്നല്ല കുത്താമ്പുള്ളിയിൽ നിന്ന് വന്നെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അവസാനം പിടിച്ചത് ശുഭരാഗിയാണ്. നമ്മുടെ ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അപ്പം അങ്ങനെ ശുഭരാഗ അന്വേഷിച്ച് വന്നു. കഴിഞ്ഞ ഇഷ്ടമായി, സാരിയൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. സാധാരണ പുറത്ത് ഈ വലിയ വലിയ കടകളിൽ ഷോറൂമിലൊക്കെ ഇരിക്കുമ്പോൾ റേറ്റ് ഇവിടുത്തെ റേറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാ? ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ വേറൊരു കടയിൽ പോയിരുന്നു. കടയുടെ പേര് പറയണ്ട. ഇല്ല, വേറൊരു കടയിൽ പോയിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഈ തുണീനെ പറ്റിയിട്ടേ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. ഈ സിൽക്ക് സാരി മറ്റുള്ള സാരികളൊക്കെ കണ്ടാൽ പിന്നെയും നമുക്കറിയാം. അപ്പം ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് 2 വാർപ്പ്, പിന്നെ 2 ഗ്രാം ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് അവരോട് ചോദിക്കുക. എന്തായാലും ഇന്നലെ ഞങ്ങൾ കടയിൽ നമ്മളൊരു 35 ആ സാരി ഇന്നലെ തൃശ്ശൂരത്തെ ഒരു വലിയ കടയിലാണ് ഞങ്ങൾ പോയത്. സാരിയൊക്കെ എടുക്കാൻ നമ്മൾ സാധാരണ പോകുന്ന കടയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു സാരികളിൽ. അപ്പോൾ ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ഇന്നലെ അവരവിടെ 35 പറഞ്ഞ സാരി ഇപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് 31 പറഞ്ഞു. എന്നിട്ട് അതിലും നമുക്ക് ഡിസ്കൗണ്ട് വേറെ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ പെട്രോൾ കത്തിച്ച് ഇവിടെ വന്നതിന് അതിന് ലാഭമുണ്ട്. ഇനിയിപ്പോ ഇത്ര ലാഭം ഉണ്ടെന്ന് പറയാം. ഒരു സാരിക്ക് പകരം ഇനി എത്ര സാരി എടുക്കാം? നമ്മള് ഒരു സാരി എടുക്കാനല്ല വന്നത്, നമ്മൾക്ക് മാരേജിനുള്ള എല്ലാ സാരികളും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കത് വലിയൊരു ലാഭമല്ലേ വരുന്നത്. അതെ, വലിയൊരു എമൗണ്ട് നമുക്ക് ലാഭമായിട്ട് പറ്റും. ഇനി എന്താ വർക്ക് ചെയ്യാണ്? എന്താണ്? ഞാൻ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ആണ്. എന്താ ഞാൻ CBSE സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്യും. ഒക്കെ വലിയ വലിയ ടീമുകളാണ്. നമുക്ക് പോയാൽ ഓടിയാലോ ഇനി. അപ്പൊ കളക്ഷൻസ് നടക്കട്ടെ. എന്തായാലും ഉണ്ണിവാവനെ ഞാൻ എടുത്തുവിടുന്ന പോവാം. എന്തായാലും ഇവര് പോവാണ്ട് നമുക്ക് ഇവിടെ കളക്ഷൻസ് കാണിക്കാൻ പറ്റില്ല. കാരണം നന്നായിട്ട് കുറച്ച് നേരമായി തോന്നുന്നുണ്ട് അല്ലേ? വേറെ 2-3
തൊട്ട് സ്റ്റാർട്ട് ആവുന്നത് 42 45 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ നിങ്ങൾ ചോദിച്ചോളൂ. നമ്മൾ എന്തുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്പ്പിക്കുന്നവരാണ്. നമ്മളുടെ താഴെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ നെയ്യുന്നവരും നമ്മുടെ ഒരാൾ കൊണ്ടല്ല ഇത് ഇത്രയും നമ്മൾ സാധിക്കാൻ പറ്റും. നിറയെ ആൾക്കാരുണ്ട് നമ്മുടെ പിന്നിൽ സപ്പോർട്ടിനുള്ളത്. അപ്പോൾ അവർക്ക് കൂലി കൊടുക്കണം, അപ്പോൾ ഇതൊക്കെ കൊടുക്കണം. നമ്മൾ വലിയ വലിയ കടകൾക്ക് ഇട്ടിട്ട് ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പൈസ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അവരുടെ ജീവനും എല്ലാം കൂടി ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീറ്റെയിലിന് കൊടുത്തു കഴിഞ്ഞാൽ അതേ റേഞ്ചിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടും. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് നിങ്ങൾക്കും ലാഭമായി, നമുക്കും അതുകൊണ്ട് ഒരു അനുകൂലിയായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ല ലാഭത്തിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് നല്ല ലാഭമായിട്ട്. അപ്പോൾ ആക്ച്വലി ഇവർ മാനുഫാക്ചേഴ്സ് ആണ്. നമ്മൾ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ കടകളിൽ ലൈറ്റും AC-യും കുറേ സ്റ്റാഫും ഇതിൻ്റെ ഒക്കെ പൈസ നമ്മൾ മേടിക്കുന്ന സാരിക്ക് കയറാണ്. അപ്പോൾ ആ സാരി നമുക്ക് ഒരു സാരിയുടെ ആ ലാഭം നമുക്ക് പോക്കറ്റിൽ കൊണ്ട് പോകാൻ പറ്റും. എന്തായാലും മാരേജ് എന്നാണ്? ഒക്ടോബർ 13th. ഒക്ടോബർ 13th. ഞാൻ ഫ്രീ ആണോ നോക്കാം, ഡേറ്റ് വരട്ടെ. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇപ്പൊ തന്നെ ക്ഷണിച്ചിരിക്കുന്നു. 10th എൻഗേജ്മെന്റ്, 10th എൻഗേജ്മെന്റ്, 13th മാരേജ്. എവിടെ വെച്ചിട്ടാ? കല്ലൂര് പടിഞ്ഞാറ് സമയം പറയണ്ട, വെച്ചിട്ട്. സമയം പറയണ്ട. സമയം പറഞ്ഞ നാട്ടുകാരെല്ലാവരും ഓടി ഡേറ്റ് മാത്രം അറിഞ്ഞാൽ മതിയിട്ട്. അപ്പൊ എനിക്ക് മാത്രം ക്ഷണമുള്ളൂ, ഒന്നും ബാക്കിയുള്ളവർക്ക് ക്ഷണം ഇല്ല കേട്ടോ. അപ്പൊ ഇവരൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കളക്ഷൻസ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇന്ന് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ബ്രൈഡലിന് വേണ്ടിയിട്ടാണ്. ബ്രൈഡലിൻ്റെ അമ്മ, ചേച്ചി അവർക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? കുറേ വെറൈറ്റീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കേക്കും ഓരോരോ പ്രത്യേകത ഉണ്ട്, ഓരോരോ സാരിക്കും. എന്തായാലും പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പിങ്ക് റെഡിനോടല്ല, പിന്നെയാണ് ബാക്കി കളേഴ്സ് വരുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകതയും കൂടി പറഞ്ഞുതരാം. ആദ്യം സാരി കാണാം നമുക്ക്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പിങ്കും ഒരു മെജന്ത ഷെയ്ഡും ഒരു റെഡും മിക്സ്ഡ് ആയിട്ട് വരുന്ന സാരികളാണ്. അപ്പോൾ ഈ സാരികളുടെ പ്രൈസ് റേഞ്ചൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു നമുക്ക് 2 gram ടച്ചിൽ വരുന്ന സാരികളാണ്. ഇത് നമുക്ക് ബിലോ 20,000 വരുന്ന സാരികളാണ്. ലൈക്ക് 21,000 ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുമ്പോൾ 18,900 ആ റേഞ്ച് വരുന്ന സാരികളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണെന്നറിയോ, ഞാൻ ഓരോ സാരികളും ഓരോ പ്രൈസ് റേഞ്ചും എല്ലാം പല പല പ്രൈസ് റേഞ്ചാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഞാനിപ്പോൾ ഈ സെറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു 21 തൊട്ടിട്ട് നമുക്കൊരു 58, 60 വരെയുള്ള സാരികൾ ഞാൻ ഇതിൽ ആക്ച്വലി വെച്ചിട്ടുണ്ട്. അതെ, ഈ 60 എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കണ്ണ് തള്ളിപ്പോവും. അങ്ങനെ ഇപ്പോൾ കണ്ണ് തള്ളുന്ന സാരികളല്ല. ബിക്കോസ് നിങ്ങൾ കടയിൽ പോയി ഈ സാരികൾ നിങ്ങൾ ചോദിച്ചിട്ട് വന്ന് എടുത്താൽ മതി നമ്മുടെ കയ്യിൽ. ബിക്കോസ് ഇതിൻ്റെ സാരികളുടെ ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾ ഈ 60ൻ്റെ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരിക്കലും ഈ കടകളിൽ കാണുന്ന സാരികളെ അല്ലത്. 60ൻ്റെ നമ്മളുണ്ട് സാരികൾ, പക്ഷെ ഷോറൂമിൽ കാണുന്നത് ആ കാശിന്റെ നമുക്ക് പകുതി റേറ്റാ ഇവിടെ കിട്ടുള്ളൂ. അതാണ് ചിലപ്പോൾ 1 lakhന്റെ സാരി ആയിരിക്കും നിങ്ങൾ ഷോറൂമിൽ കാണുന്നത്, അത് ഇവിടെ 60,000 ആയിരിക്കും കിട്ടുക. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2 ഷെയ്ഡും കൂടിയിട്ടാണ് വരുന്നത്. റെഡ് ആൻഡ് പിങ്ക് കൂടിയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫുൾ വർക്കോട് കൂടിയിട്ട് ബോർഡറിലും നല്ല ഒരു ഇതിന്റെ വീവിംഗ് തന്നെ നമുക്ക് ബനാറസി പാറ്റേണിന്റെ വീവിംഗ് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ ന്യൂ പാറ്റേൺ നമ്മൾ ഇട്ട് നെയ്പ്പിച്ചതാണ്. അതെ, പിന്നെ ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഇവരുടെ ഡിസൈൻസും കുറെ ഇതിൽ കയറിയിട്ടുണ്ട്. ഇത് അതിന്റെ പല്ലു, റിച്ച് പല്ലു വന്നിട്ടുണ്ട്. അതെ, അതില് വിത്ത് ബ്ലൗസ് ആയിരിക്കും. ബ്ലൗസ് സെയിം ഈ ഒരു കളർ തന്നെയായിരിക്കും അല്ലേ? അതെ, ബ്രോക്കേഡ് ബ്ലൗസ്, ബ്രോക്കേഡ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞു. ആ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ട്രഡീഷണൽ രീതിയിലായിരിക്കും നമുക്ക് ഇരുന്ന് കാണിക്കാൻ. മറ്റേ ഷോറൂമിലൊക്കെ സാധാരണ ഇങ്ങനെ കസാരൊക്കെ ഇട്ടിട്ടുള്ള ഫീലിംഗ് അല്ല, പക്ക ഒരു ആ ബ്രാഹ്മിൻസ് ആ ഇത് തന്നെ. എത്ര കൊല്ലം ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മള് ജനറേഷൻ വൈസ് നമ്മൾ ചെയ്യുന്നതാ ചേച്ചി. അതുകൊണ്ട് നമുക്ക് ഏത് സാരിയുടെ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്ന് നിങ്ങൾ മനസ്സിലാക്കും. നോട്ട് ലൈക്ക് എടുത്ത് ഇങ്ങനെ എറിയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഒരു പട്ടുസാരി എന്ന് പറഞ്ഞാൽ ഒരു പൊക്കിഷത്തിന് പോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. പട്ടിന്റെ വാല്യൂ കൊടുത്തോട് കൂടിയിട്ടാണ് ഓരോരോ സാരീസും നമ്മൾ എടുക്കുന്നത്. സാരി നോക്കാം. ഇതൊക്കെ നമുക്ക് 4 gram പ്യുർ ഗോൾഡ് സറി വീവ് ചെയ്ത് വരുന്ന സാരികളാണ്. ഇതൊക്കെ ഫസ്റ്റ് ടൈം ഞാൻ നമ്മുടെ കളക്ഷൻ ഫുൾ കളക്ഷൻ ഞാൻ ഫസ്റ്റ് ടൈം കാണിക്കുന്നത് ചേച്ചിയുടെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. 4 gram ഞാൻ സാരികൾ ഇതുവരെ ഞാൻ ഇതിട്ടിട്ടില്ല. ഏതൊരു വ്ളോഗിലും ഞാൻ ഇടാത്ത ഒരു കളക്ഷൻ ആണ് ഇതൊക്കെ. ഇതൊക്കെ പുതിയ ട്രെൻഡി കളക്ഷൻ. അതെ, അപ്പൊ അതില് നമുക്ക് ഫുൾ വർക്കാണ് ഓവർ ഓൾ പോയിരിക്കുന്നത്. അതും നല്ല ബ്യൂട്ടിഫുൾ. ഇതിന്റെ സറി വർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സറി നിങ്ങൾക്ക് വന്ന് ഈ ഒരു മിനുസും ഈ ഒരു തിളക്കവും നിങ്ങൾ വേറെ ഈ 2 gram ഈവൻ ഇൻ 2 gram യു വോണ്ട് ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് ഈ ഒരു തിളക്കം നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരു 4 gram തന്നെ അത്ര പക്ക കോൺഫിഡൻസോട് കൂടി 2 gram 4 gramന്റെ ഒക്കെ സാരീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഇത്ര ഇതുണ്ടെങ്കിലും കൂടി അതിനായിട്ടുള്ള ഒരു തീരെ നോട്ട് ടു ഹെവി
ഒരു ടു ഹെവി ആയിട്ടൊന്നും ഉണ്ടാവില്ല. മിനിമൽ വെയിറ്റ് ആണ്, നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് 4 ഗ്രാമാണ്. പക്ഷേ എനിക്ക് വലിയ ഞാൻ ഉടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ഞാൻ ഉടുത്തിട്ടൊന്നുമില്ല. ഞാൻ സുഖമായിട്ട് തന്നെ ഉടുത്തിരിക്കണം. ഹെവി റിച്ച് പല്ലു ആണ്, കംഫർട്ടബിൾ ആണ്. ഐ എം വെരി മച്ച് കംഫർട്ടബിൾ. ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ബിക്കോസ് 4 ഗ്രാം എടുക്കണം, ഒരു മാക്സിമം ഫുൾ ഹെവി വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ 4 ഗ്രാം ചെയ്യുന്ന അവരുടെ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ജുവൽ ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു പീകോക്കിന്റെ സെയിം എക്സാക്ട് കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു വൈറൂസി നോക്കാം. 2 വൈറൂസി നോക്കാം. വൺ ഈസ് പ്ലെയിൻ വൈറൂസി ആൻഡ് അതർ വൺ ഈസ് ബ്യൂട്ടിഫുൾ. നമുക്കൊരു വൈറൂസിയിൽ തന്നെ നമുക്ക് ബുട്ട സ്റ്റൈൽ വരുന്ന പോലെ വൈറൂസി. ഇതിന്റെ ബോർഡർ ഒക്കെ നല്ല രീതിയിലാണ് പോയിരിക്കുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഓപ്പൺ. വാവ്, സൂപ്പർ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ബ്രൈഡ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറിലെ വൺ ഓഫ് ദ കളർ മെറൂൺ. ഒന്നും വേണ്ട, ഒരു ഡിസൈനും വേണ്ട, ഒന്നും വേണ്ട. സിമ്പിൾ ബട്ട് ക്ലാസ് ആയിരിക്കും. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. ബ്ലൗസ് ബ്രൊക്കേഡ്. ഓക്കെ, ദിസ് വൺ. ഇതാണ് ബ്രൊക്കേഡ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വേറെ കൂടി ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു ഞാനൊരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഈ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല, ഈ ഒരു ഏജിലും ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ ഒരു ബിസിനസ് കൊണ്ട് നടത്താന്ന് പറയാം. അത് എല്ലാവർക്കും പറ്റിയ പണിയൊന്നുമല്ല. അപ്പം അതും മാനുഫാക്ചർ റേറ്റിൽ ഒരു ഡീലേഴ്സും ഒരു മീഡിയേറ്റർ പോലും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ വന്ന് നേരിട്ട് ഫീൽ ചെയ്തെടുക്കും. ഞാൻ പറയാനുള്ളത് പക്ഷേ NRI കസ്റ്റമേഴ്സിന് പിന്നെ അവർക്ക് വേറെ വഴിയില്ല. സോ നമുക്ക് NRI കസ്റ്റമർ ഞാൻ ഓൺലൈൻ ത്രൂ കാണിക്കാറുണ്ട്. ലൈക്ക് ഈവൻ 20,000-30,000 വരെ നമ്മൾ ഓൺലൈൻ നമ്മൾ മാക്സിമം ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാവുമ്പോഴാണ് നമ്മൾ മാക്സിമം പിന്നെ നേരിട്ട് വന്ന് ഫീൽ ചെയ്തെടുക്കാൻ പറയാം. ഇപ്പോൾ കുറേ ബ്രൈഡ് കസ്റ്റമേഴ്സിന് നമ്മൾ കയറി വരുമ്പോൾ അത്യാവശ്യം കാറുകളും ഉണ്ടായിരുന്നു, വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. കാരണം ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. പിന്നെ അതിൽ കുറേ കല്യാണ പാർട്ടിക്കാരുണ്ടായിരുന്നു. അവരൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ബ്രൈഡാണ്, അവരെവിടെ നിന്ന് എടുത്ത് എന്താ അത് റിവ്യൂ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അവരുടെ ഫേസ് ഒന്നും കാണിക്കാണ്ടിരുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ എന്ത് കളറിന്റെ ആ ഒരു പ്രത്യേകത ഒന്ന് നോക്കി ചേച്ചി. ആ കളർ ഒരു അട്രാക്റ്റ് ആയി പോവും. പെട്ടെന്നൊരു വേഗം ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു കളറാണ് ഇത്. ട്രഡീഷണൽ വൈറൂസി കോൺസെപ്റ്റ് വിത്ത് ബ്യൂട്ടിഫുൾ നമുക്ക് ബുട്ടാസും കൂടി വരുന്നതാണ്. ഈ വൈറൂസി പറയണത് നിങ്ങൾക്ക് ഈ ദൂരെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ടിഷ്യൂടെ എഫക്റ്റ്, ബട്ട് നേരിട്ട് കാണുമ്പോൾ ടിഷ്യൂടെ എഫക്റ്റ് അല്ല, ജസ്റ്റ് ഒരു ലൈൻസ് മാത്രം. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ ഫുൾ ഒരു സ്ട്രൈപ്സ് വരും. കാണുമ്പോൾ നമുക്ക് ഇതായിട്ട് കാണും. ഇതിൻ്റെ ഇതൊക്കെ കാണും. ഓ മൈ ഗോഡ്, ഞാൻ ഇപ്പോഴും ഓരോ സാരികൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഐ യൂസ് ടു ഗെറ്റ് അഡ്മയർ. അത്രയ്ക്കും എനിക്ക് ഇഷ്ടം ഓരോ സാരികൾ. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തുള്ള ഒരു സംഭവം, അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫൈ ഫീൽ ചെയ്യില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ദിവസം നമ്മൾ പട്ടുസാരി കൊടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ആഗ്രഹിക്കുക നമുക്ക് എല്ലാ ദിവസവും കൊടുക്കണം എന്ന്. അതെ, പക്ഷെ ഒരു ഫംഗ്ഷനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ പട്ടുസാരി മാത്രം കൊടുക്കണവരാട്ടോ. വേറെ ട്രഡീഷണൽ ആയിട്ട് ഇത് മാത്രമേ ഉണ്ടാവും. പിന്നെ ഈ പട്ടുസാരി മൊത്തം ഈ റേഞ്ച് അല്ലാണ്ട് വേറെ റേഞ്ച് നമുക്ക് പല റേഞ്ചിലുള്ളതാ. ഞാൻ അടുത്ത റേഞ്ചിലുള്ളത് നമുക്ക് എടുക്കാം. ഇനി കുറച്ച് എല്ലാവർക്കും നമുക്ക് ഈ റേഞ്ചിൽ പറ്റില്ല എന്ന് പറയുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ട്രഡീഷണൽ ടൈപ്പ് ഇത് മാത്രമല്ല കേട്ടോ. ട്രഡീഷണൽ ടൈപ്പ് ഇനി ഒരുപാടുണ്ട്. ഇതാ ട്രഡീഷണൽ ടൈപ്പ്. ഇതൊക്കെ നമുക്ക് 12 സംതിങ് മാത്രം വരുന്ന റേഞ്ച്. ഇതൊരു ടൈപ്പ് ഓഫ് വൈറൂസി, ലൈക്ക് വെർട്ടിക്കൽ വൈറൂസി. ഇത് എല്ലാവർക്കും നമുക്ക് വൈറൂസി ലൈക്ക് നോട്ട് 20,000 30,000 കൊടുത്ത് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എടുക്കാം. നമുക്കൊരു 12,000 ആ റേഞ്ച്, അതിന് 10% ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 ആ റേഞ്ചൊക്കെ മാത്രമേ വരുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഡ്യുവൽ ഷെയ്ഡാണല്ലേ ഇതിലും വരുന്നത്? ഇതും ഡ്യുവൽ ഷെയ്ഡാണ്. അതും കോൺട്രാസ്റ്റ് പല്ലു. വാവ്, സൂപ്പർ. ആ ഒരു ട്രഡീഷണൽ കളർ നമ്മുടെ കയ്യിൽ ഇത് മാത്രമല്ല, ഞാൻ കാണിക്കാൻ വന്നത് ഹെവി സാരികൾ മാത്രമല്ല. നമ്മുടെ കയ്യിൽ പ്യുവർ വന്നിട്ട് നമുക്ക് കയ്യിൽ 9,300 തൊട്ട് സ്റ്റാർട്ടിങ്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 8,300 ആ റേഞ്ച് തൊട്ട് നമുക്ക് വിത്ത് ബോർഡർ കാഞ്ചീപുരം സ്റ്റാർട്ടിങ്. വിത്തൗട്ട് ബോർഡർ സോഫ്റ്റ് സിൽക്ക് ടൈപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നിട്ട് 4,650. അതിന്ന് 10% ഡിസ്കൗണ്ട് വരും. നോർമലി നമുക്കിപ്പോൾ ഇതല്ലാണ്ട് നോർമൽ ആയിട്ടുള്ളത് എല്ലാത്തരം അതല്ലാണ്ട് നമുക്ക് ഇതിൽ സെമി 560 തൊട്ട് സ്റ്റാർട്ടിങ്. അത് വേറെ ഒരു അതൊരു വീഡിയോ തന്നെ എടുക്കണം. അത്രയും കളക്ഷൻസ് അതിലുണ്ട്. അത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിക്കോളി. അതെ, ഇത് ഫുൾ ഡെഡിക്കേറ്റഡ് നമുക്ക് ആ ഒരു ബ്രൈഡ് സെക്ഷന് മാത്രമാണ്, ആ ഒരു ഫംഗ്ഷന്റെ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത് നിങ്ങൾക്ക് ഈവൻ ഫോർ സെക്കൻഡ് സാരി നമുക്ക് കുറെ പോണ്ട്. പിന്നെ പാരന്റ്സ് ഉണ്ട്. പാരന്റ്സ് ബ്രൈഡ്സ് മെയ്ഡ്സ് ആയിട്ട് ആരുണ്ടെങ്കിലും നമുക്ക് ഒരു ഗസ്റ്റ് ലുക്കിനൊക്കെ ഭയങ്കര അടിപൊളി സാരികളാണ്. ഈ ഗസ്റ്റ് ലുക്ക് ആയിട്ടൊക്കെ ഉടുത്തു പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും.
ഇനി കുറച്ച് പേസ്റ്റ് ഇതാ ഇതിപ്പോ ഞാൻ കണ്ടത് വൈറോസി പാറ്റേൺ. ഇത് നമുക്ക് ബുട്ട സ്റ്റൈലിൽ മാത്രം വരുന്ന പാറ്റേൺ. ബൂട്ടാസില് അതും ഡബിൾ ഷെയ്ഡ് തന്നെയാണ്. അതെ, ഇതൊരു അറപ്പ് കളറ്, മെഹന്തി ഗ്രീൻ. മെഹന്തി ഗ്രീൻ. മെഹന്തി ഗ്രീനില് അത് ശരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ അത് വരുന്നത്. കോൺട്രാസ്റ്റ് ആണ്. സാരി റിച്ച് പല്ലു. ആ ഒരു ബോർഡറിന്റെ തിളക്കം കണ്ടാൽ മനസ്സിലാവും. അതിന്റെ ആ ഒരു പല്ലുവിന്റെ റിച്ച് ലുക്കും ബോർഡറിന്റെ തിളക്കവും എല്ലാം കൂടി ആയി വരും. ഇതൊക്കെ ഡിഫറെന്റ് കളർ. നിങ്ങൾ നോർമലി നിങ്ങൾ ഷോപ്പിൽ പോയാലും ഈ ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും ഡെഫിനറ്റ്ലി യു വോണ്ട് ഗെറ്റ്. ഐ എം ഡാം ഷുവർ. അത്രയും കോൺഫിഡൻസ് ആണ്. കാരണം മാനുഫാക്ചറിങ് ഡയറക്റ്റ് വീവേഴ്സിൽ നിന്നാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. പിന്നെ ഈ സാരികൾ നിങ്ങൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. നിങ്ങൾ ഉടുത്താലും നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ച് പോണതോ അങ്ങനെ ഒരു ഇതും നിങ്ങൾക്ക് ഒരു ഇതിലും വരില്ല. പിന്നെ നമുക്കൊരു വലിയ സാരി എടുത്താൽ നമുക്കൊരു ടിഷ്യൂ സാരി എടുക്കാം. നമ്മൾ ടിഷ്യൂ എടുത്തില്ലല്ലോ, ഒരു ഗ്രാൻഡ് ടിഷ്യൂ ആയിക്കോട്ടെ. ഇതും ഒരു ട്രെൻഡിങ് ടിഷ്യൂ. ഇതൊക്കെ ശരിക്കും ബ്രൈഡൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് ഇല്ലേ? പക്ഷെ നമുക്ക് ഇത് കൂടുതലും മാക്സിമം നമ്മൾ വന്ന ബ്രൈഡിന് എടുക്കാൻ വരുന്നവര് ബ്രൈഡ്സ് മെയ്ഡ്സ് ആയിട്ടും അവർ വലിയ സാരി എടുത്തേ പോവാറുള്ളൂ. അത്രയ്ക്കും റേറ്റ് വൈസ് കുറവാണ്. അവർക്ക് ബിക്കോസ് അവര് ഇവിടെ വരുന്നവര് മാക്സിമം പുറത്ത് കടകളൊക്കെ അവർ അന്വേഷിച്ച് വരുന്നവരാണല്ലോ. അപ്പൊ അവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് അവർ നോക്കി വരുന്നവർക്ക് ഉറപ്പായിട്ടും അത് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല റിച്ച് ബോർഡർ വിത്ത് റിബൺ ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് റിച്ച് പല്ലു. ഇതൊക്കെ നമുക്ക് പ്യുർ ഗോൾഡ് സരി യൂസ് ചെയ്ത് വീവ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്ലെയിൻ ഇതാ ബ്ലൗസ്. അതെ, അത്യാവശ്യം റിച്ച് ആണ്. കളറും നല്ല. ഇതിനൊക്കെ കളർ ചേഞ്ചസ് ഉണ്ടാവും. കളർ ചേഞ്ചസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ബിക്കോസ് ഞാൻ ഓരോത്തിലും ഓരോ കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബിക്കോസ് എല്ലാം നമുക്ക് വെച്ച ഒരു ഡിസൈൻ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഒരു പാറ്റേൺ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന്റെ എല്ലാത്തിനും കളർ ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. ഇനി ഇതൊക്കെ പിന്നെ നമ്മുടെ സാരിനെ കുറച്ചൊന്ന് ഡിഫൈൻ ചെയ്ത്. അതെ, നമ്മുടെ സാരി വരുന്നത് 4 gram സാരിയുടെ നമ്മുടെ ഓൺ വീവിംഗിൽ നമ്മൾ എടുത്ത സാരിയാണ്. അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 inch ബ്ലൗസിന് ചെറുതായിട്ട് സർദോസി മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ബ്രൈഡ് ആണെങ്കിലും കൂടി ഈ ഒരു ഡെഫിനിഷൻ മോർ ദാൻ ഇനഫ് ആണ് ഒരു സാരിയുടെ ഭംഗി എടുത്ത് കാണിക്കാൻ. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു മെജന്ത കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4 gram നോട്ട് എവറി വൺ ക്യാൻ അഫോർഡ്. അപ്പോൾ നമ്മൾ അഫോർഡ് ചെയ്യുന്ന റേഞ്ചിൽ നമ്മൾ ചെയ്യിപ്പിച്ച സാരിയാണ് ഇതാ ഈ ഒരു പാറ്റേണൊക്കെ. ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിന് സാമ്പിളിന് വേണ്ടി ഞാൻ എടുത്തത് മാത്രമേ ഈ കളർ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും ഡബിൾ ഷെയ്ഡ് ആണ്. പക്ഷെ നേരത്തെ ഉടുത്തത് ഒരു ഷെയ്ഡ്. അതെ, സിംഗിൾ ഷെയ്ഡാണ്. ഇപ്പൊ നമ്മുടെ ഹെവി സാരിയിൽ നമുക്ക് സിംഗിൾ ഷെയ്ഡേ വരുള്ളൂ. ഞാൻ കൊടുത്തിരിക്കുന്ന സെയിമിന്റെ തന്നെ സിംഗിൾ ഷെയ്ഡ്. സെയിം കാണുമ്പോൾ നമുക്ക് ഒരുപോലെ ഉണ്ടാവും. ബട്ട് ഇത് 2 gram ടച്ചിൽ വരും, ഇത് നമുക്ക് 4 gram ടച്ചിൽ വരും. വ്യത്യാസം സാരി മാത്രം. 2 gram 4 gram വ്യൂവേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ എങ്ങനെ വെയിറ്റ് വൈസ് എങ്ങനെയായിരിക്കും? വെയിറ്റ് വൈസ് അല്ല, നമുക്ക് യൂസ് ചെയ്ത് സറിയുടെ ക്വാളിറ്റി വെച്ചിട്ടാണ് ഈ 2 gram 4 gram സറി. അല്ലാണ്ട് വെയിറ്റും അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഞാൻ കുറെ മിക്സ് ഞാനും കേട്ടിട്ടുണ്ട്, വെയിറ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പ്യുർ സരി ഒരിക്കലും നമുക്ക് ഭയങ്കര ഹെവി വെയിറ്റ് ആണെന്ന് പറയാനേ പറ്റില്ല. ടിഷ്യൂ ആണെങ്കിൽ മാത്രം. പിന്നെ നമ്മൾ സിൽവർ വീവിങ് ആണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടും. അല്ലാണ്ട് നമുക്ക് ഗോൾഡ് ടച്ചിൽ ഏതിലും നമുക്ക് ഭയങ്കര വെയിറ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല. പ്ലാറ്റിനം സരി തീരെ വെയിറ്റ് ഉണ്ടാവില്ല. പ്ലാറ്റിനം സരി ഞാൻ കാണിക്കാം. ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോ എനിക്ക് അടുത്തടുത്ത് ഞാൻ പറഞ്ഞു പോണെന്ന് മാത്രം. ആവേശമാണ്. അപ്പൊ ഈ ഒരു സാരി നോക്കുകയാണെങ്കിൽ സൂപ്പർ 12 inch. ഇപ്പൊ എന്റെ ബ്ലൗസ് 12 inch ആണ്. അതുപോലെ 12 inch പറയുന്നത് നമുക്ക് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ, ഒരു പടത്തിലൊക്കെ മെയിൻ ക്യാരക്ടർ ഉണ്ട്. അതുപോലെ ഒരു പട്ടുസാരിയിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് കാഞ്ചീപുരത്തിന്റെ ഇതില്. നമുക്ക് അതിന്റെ ബോഡി നോക്കിയാൽ മനസ്സിലാവും. ഡബിൾ ഷെയ്ഡിലാണ് അല്ലേ വരുന്നത്? അത് പിങ്ക് ആൻഡ് വയലറ്റ് ഷെയ്ഡ് മിക്സ് ആയിട്ട് വരും. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോ ഇല്ല നമ്മുടെ മനസ്സിലുള്ള കളർ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് വീവ് ചെയ്ത് തരും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിന്റെ പല്ലു, റിച്ച് പല്ലു. ആൻഡ് ബ്ലൗസ് വരുന്നത് നമുക്ക് ബ്രോക്കേഡിലാണ് കേട്ടോ വരുന്നത്. ബ്രോക്കേഡ് ബ്ലൗസ്, ഫുൾ ഹെവി വർക്ക്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. വർക്ക് കൂടുതൽ ചെയ്യിപ്പിക്കേണ്ടത് ആവശ്യം കൂടി വരില്ല നിങ്ങൾക്ക് സാരികളിൽ. ഇനിയിപ്പോ ഞാൻ കൊടുത്ത സാരിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ചേച്ചി കൊടുത്തിരിക്കുന്നത് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ കളക്ഷൻ ആണ്. ബിക്കോസ് നമുക്ക് കത്താൻ ബനാറസിൽ വരുന്നതാണ്. നമുക്ക് ഇതൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് ലെസ് ദാൻ 6,000 ആഫ്റ്റർ ഡിസ്കൗണ്ട് 5,400 റേഞ്ചിലാണ്. ആൻഡ് ഇതിൽ നമ്മൾ എത്ര റിവ്യൂസ് ആണ് എനിക്ക് വേണ്ടത്? അത്ര റിവ്യൂസ് ഉണ്ട് സാരികൾ. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ രാവിലെ എടുത്തതാണല്ലോ ചേച്ചി. ഇപ്പൊ ഇതുവരെ ആയിട്ട് നമ്മൾ ക്യാരി ചെയ്യണ ഒരു ഫീലിംഗോ ഒരു കഷ്ടം ഒന്നും വന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് അത്രയ്ക്ക് നല്ല സാരിയാണ്. ആൻഡ്
ഈ സാരിനെ കുറിച്ച് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ആന്റിക് സറിയാണ്, ഓൾറെഡി ആ പേരിൽ തന്നെ ഉണ്ട്. ആന്റിക് സറിയാണ്, കണ്ട മനസ്സിലാവും. നമ്മൾ സറി എടുത്ത് കാണിക്കില്ല. നിങ്ങളൊരു ഫംഗ്ഷൻ സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമേ ആ തിളക്കം ഉണ്ടാവുള്ളൂ. മിത്തപ്പടി എനിക്ക് കൂടുതൽ തിളക്കം വേണ്ട പറയുന്നവർക്ക് നമ്മൾ ആ ഒരു ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ തിളക്കവും വരില്ല. ഒരു മിനിമലിസ്റ്റിക് ലുക്കിൽ നല്ല ഹെവി സാരിയാണ്. ഇതിനും കളർ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി എടുത്തു. ഇതിൽ ഗ്രീൻ, വയലറ്റ് അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ട്. പല ഷെയ്ഡ്സ് ഉണ്ട്. ഇനി അടുത്തേക്ക് കടന്നാലോ? നമുക്ക് അടുത്തൊരു ബ്ലൂ അല്ലെങ്കിൽ ഇനിയൊരു റെഡും കൂടി നമുക്ക് ടിഷ്യൂല് ഓപ്പൺ ചെയ്യാം. ഓക്കെ. എഗെയിൻ ഇതൊരു 3D പാറ്റേൺ ആണ് വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഉള്ളിലെ ആ ഒരു പൂക്കളുടെ ഡിസൈൻ ഒരു നീച്ച് നിൽക്കുന്ന പോലെ ഒരു 3D പാറ്റേണിൽ കാണും. പിന്നെ വൺ സൈഡ് ബോർഡർ വീതി കൂടി, അതെ, ഒരു സൈഡ് ചെറിയ ബോർഡർ ആണ്. പല്ലു. ഇതൊക്കെ നിങ്ങൾ ബ്രൈഡായിട്ട് കൊടുത്ത് നോക്കുമ്പോൾ മാത്രം അതിന്റെ ആ ഒരു ഫുൾ നിങ്ങൾ ആ ഒരു ഇത് കിട്ടുള്ളൂ. ഉടുത്ത് വരുമ്പോഴാണുള്ള ആ ഒരു ലുക്ക്. പക്ഷെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോ സാരി ഓരോ. ഇപ്പൊ എനിക്കേ വന്നിട്ട് ഇത്ര സാരി കാണുമ്പോൾ ദിവസം എനിക്ക് കൊടുക്കണം തോന്നും, പക്ഷെ നമ്മളെല്ലാം കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവരവർക്ക് എന്ത് സാരി എഴുതി വെച്ചിട്ടുണ്ടോ ആ സാരി അവരുടെ കയ്യിലെത്തിക്കോളും. അതാണ്, ദാറ്റ് ഈസ് ട്രൂ. പിന്നെ ഇത് വൺ ഓഫ് അവർ ഫേവറേറ്റ് കളക്ഷൻ ബിക്കോസ് സെയിം ബനാറസി വീവിങ്. ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ്. ഇത് പിന്നെയും തിരിച്ച് ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഇതിൻ്റെയൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ കുറച്ച് ഈ ട്രഡീഷണൽ പാറ്റേണിലേക്ക് വന്നത്. ആൻഡ് ഇത് സ്റ്റിൽ നൗ നമുക്ക് ഇത്രയും എൻക്വയറീസ് പറഞ്ഞാൽ ഈ ഒരു സാരിയാണ് ബനാറസി വീവിങ്. ഈ സാരിയുടെ വെയിറ്റ് ഒന്ന് ചേച്ചി ലൈറ്റ് വെയിറ്റ്. അതെ, അത്ര ലൈറ്റ് വെയിറ്റ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പൊടിക്ക് കമ്പയർഡ് ടു ദിസ് വൺ ഈസ് ലിറ്റിൽ ബിറ്റ് ഹാർഡർ ബിക്കോസ് അത് ആ ഒരു എന്താ പറയുക 4 grams അറിയാതുകൊണ്ട് അത് വീവിങ്ങിൻ്റെ ടെക്നിക്കിൽ കുറച്ച് ഹാർഡായിട്ട് ഇത്. പക്ഷേ ഇതാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുത്തോ, രാവിലെ തൊട്ട് രാത്രി വരെ എടുത്തോ, ഡാൻസ് കളിച്ചോ, ഒന്നും ആവില്ല. ഒരു പാടിനില്ല, ഒന്നിനുമില്ല. അത്രയ്ക്കും നല്ല സാരിയാണിത്. അതുപോലെ തന്നെ ഇതിൽ വന്ന കളേഴ്സ് എല്ലാം അടിപൊളി കളേഴ്സാണ്. നോട്ട് ലൈക്ക് നോർമലി നിങ്ങൾ മന്ത്രകോടിയിൽ കാണുന്ന കളേഴ്സ് ഒന്നുമല്ല, ഡിഫറെൻറ്റ് കളേഴ്സാണ്. കുറെ പേര് ഇവിടെ പിന്നെ മന്ത്രോടി എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സാധാരണ മന്ത്രോടി അല്ലെങ്കിൽ കല്യാണ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് വലിയ പേര് കേട്ട ഷോപ്പിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഒരു തൃപ്തി കൂടുതലാണ്. പക്ഷെ അവിടെ റേറ്റ് കൂടുതൽ കൊടുത്തിട്ട് എടുക്കുന്ന ആ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സാരി എടുത്തിട്ട് പോവാം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പേരിലല്ല കാര്യം, സാരി നോക്കുക, അതിന്റെ ക്വാളിറ്റി നോക്കുക, അതിലാണ് കാര്യം എടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ട്രഡീഷണൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ഒരു വയലറ്റ് ഡിഫറെൻറ്റ് വയലറ്റ് ആണ്. ആൻഡ് this one is going to be hit in few months because new color ആണ്, ന്യൂ കോൺസെപ്റ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ നമുക്ക് ഒരുപാട് ഈ കളറിൽ ഒരുപാട് നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ പറയുമ്പോൾ എന്താ പറയാ, ഇപ്പോൾ ട്രെൻഡ് ആവാൻ പോണ കളർ ഒരു ബ്ലാക്കോ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ഓക്സിഡൈസർ. ഇതിന്റെ കളർ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് 3 colors ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോപ്പർ, ഗോൾഡ് ആൻഡ് സിൽവർ, 3 കളറിന് മിക്സ് ആണ് നമുക്ക് ഈ വീവിങ് നമുക്ക് വരിക, ഈ കളർ വീവിങ് വരിക. അപ്പൊ ന്യൂ ആണ് ഇപ്പൊ മാർക്കറ്റിൽ. അപ്പൊ ഇതിന്റെ ഫുൾ റിച്ച് പല്ലു ആണ് വരുന്നത്. വയലറ്റ് ബ്ലൗസ് 12 inch ബ്ലൗസ്. ഇതിൽ ഫുൾ ഇങ്ങനെ ഹെവി. ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യണ്ട, ഞാനേ അറിയാതെ ചെയ്തു പോയി. ബട്ട് ഞാൻ ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്തതാ. ബട്ട് അതത് ഓരോരോ കോൺസെപ്റ്റ്. ഇത് ഇങ്ങനെ ഇട്ടാൽ ഇതിനി കുറച്ചും കൂടി നമുക്ക് ക്ലാസ് ആയിട്ട് എടുത്ത് കാണിക്കും. ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തൊന്നും നിങ്ങൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുമ്പോൾ, നോട്ട് ആഫ്റ്റർ മാരേജ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഏത് ഫംഗ്ഷനും നമുക്ക് കൊടുത്തു പോകാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു വലിയ ഫംഗ്ഷനായിട്ട് വരേണ്ടി പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ് സാരി. ആൻഡ് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ പട്ട് സാരീനെ സപ്പോർട്ട് ചെയ്യൂ, പ്യുവർ പട്ടിനെ സപ്പോർട്ട് ചെയ്യൂ, വീവേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഹാൻഡ്ലൂം സാരീസിനെ സപ്പോർട്ട് ചെയ്യും. ഹാൻഡ്ലൂം സാരി കൂടുതൽ എടുക്കാൻ ട്രൈ ചെയ്യൂ, അറ്റ്ലീസ്റ്റ് ഫോർ യുവർ മന്ത്രകോടി. എന്താ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ഒരു പവർലൂമോ നിങ്ങൾ സാധാരണ പ്യുവർ സാരിയാ പറഞ്ഞിട്ട് നിങ്ങളൊരു അറിയാതെ പെട്ടു പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ പിന്നിൽ ഒരു ഫാമിലി, നമ്മളൊരു ഫാമിലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വീവർ പറഞ്ഞാൽ വീവറിന് അവരുടെ ഫാമിലി ഉണ്ട്, ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. സാരി വീവ് ചെയ്ത് പറഞ്ഞ ഹാൻഡ്ലൂം എന്നൊക്കെ പറയുമ്പോൾ പക്ക വീവിംഗ് ആണ്. ഈ വീവിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി, ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ വീവേഴ്സ് ഒക്കെ ഇല്ലാണ്ടായി പോവാണ്. കാരണം നമ്മള് ഹാൻഡ്ലൂം മേടിക്കൽ ഇപ്പൊ ഇത്തിരി കുറവായി. കൂടുതൽ എല്ലാവർക്കും ഈ പവർലൂം മതി, അതിന്റെ ഭംഗി, അതിന്റെ തിളക്കം. പവർലൂം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഈ മെഷീൻ വർക്കാണ്. ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ ഒരാള് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നെയ്തെടുക്കുക. അതുകൊണ്ടാണ് അതിനൊരു റേറ്റ് ഇത്തിരി കൂടുതലും. അതിന്റെ ആ ഒരു ത്രെഡ് ഇതൊക്കെ കൂടി കൂട്ടി യോജിക്കുമ്പോൾ പിന്നെ അവരുടെ ഒരു മൈൻഡിലുള്ള ഒരു പ്രേയേഴ്സും
എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല, അവർ എത്രയോ പ്രേയേഴ്സ് ആണ് ഈ ഒരു സാരി നെയ്യുമ്പോൾ അവർ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫസ്റ്റ് സാരി തന്നെ അവർ നെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രേ ചെയ്തിട്ടാണ് അവർ ഒരു നമ്മൾ തന്നെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫസ്റ്റ് തുടക്കം ഉറങ്ങി എനിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രേ ചെയ്തിട്ടാണ് എനിക്കുന്നത് ഇന്നത്തെ ദിവസം. അതേപോലെ തന്നെ അവർ ഈ വർക്കിൽ ഒരു സാരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പ്രേ ചെയ്തിട്ടാണ് കയറിയിട്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഒരു അപ്പൊ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് നിങ്ങൾക്ക് ഒരു കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു ഹാൻഡ്ലൂം സാരി നിങ്ങൾ എടുക്കണം പറഞ്ഞാൽ യു ആർ ദ ലക്കിയസ്റ്റ്. ഇപ്പോഴത്തെ കാലത്ത് ആ വീവേഴ്സ് തന്നെ അവരുടെ വർക്ക് ചിൽഡ്രൻസിനൊക്കെ അവരുടെ ജനറേഷനെ മാറിപ്പോയി. അവര് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ബിക്കോസ് അവർക്കുള്ള ഒരു കൂലി കൊടുക്കണം പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കസ്റ്റമർ അല്ല ദ എൻഡ് കസ്റ്റമർ പറയുന്ന ഇതിലാണ് നമ്മുടെ ഈ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന നമ്മുടെ വീവേഴ്സ് ഉള്ളത്. അപ്പൊ വീവേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ മാക്സിമം നിങ്ങൾ ഹാൻഡ്ലൂം സാരി നിങ്ങൾ മന്ത്രകോടിക്ക് എടുക്കാൻ നോക്കും. അത്രേ ഉള്ളൂ. മറ്റേ സെക്കൻഡ് സാരി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തോ. ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഡാർക്ക് കളർ കണ്ടുകൊണ്ട് ഞാൻ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കാണിച്ചു എന്ന് മാത്രം. പേസ്റ്റലിൽ നമുക്കൊരു സിൽവർ ഫീൽ വരുന്നത്, ഹെവി റിച്ച് പല്ലു. ഇതിലൊരു ആ ഒരു സിൽവറിന്റെ ഇതിലൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വരും. അതെ, സൂപ്പർ ആയിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു പോൾക്കി അങ്ങനെ നവരത്ന ജ്വല്ലറി ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഓ മൈ ഗോഡ് സ്റ്റണ്ണിങ് ആയിട്ടുണ്ടാവും. ഇവിടെ തന്നെ ആ ഒരു ഫീലിംഗ്. പക്ഷെ നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഓരോ സാരിക്ക് ഓരോ പെണ്ണുങ്ങൾക്ക് ഓരോ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൊണ്ടാണ് നമുക്കത് ഓരോന്നും എടുത്ത് കാണിക്കാൻ പറ്റാത്തത്. എന്തായാലും വെച്ചെന്തായാലും കാണിച്ചു തരാം കേട്ടോ. അല്ലെ, അതിന് നമുക്ക് പറ്റും, അത് നമുക്ക് പറ്റും. പക്ഷെ ഉടുത്ത് കാണിക്കാന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അങ്ങനെ കുറെ വെറൈറ്റീസ്. ഇത് ഞാൻ സ്പെഷ്യൽ ഇതിൽ എനിക്കൊരെണ്ണം ഞാൻ നെയ്തെടുത്തു. അത്രയും സ്കൈ ബ്ലൂ കളർ. ഇതിന്റെ വീവിങ് ആണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നോർമൽ നമ്മൾ പുറത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടി അല്ല, ഞാൻ ഈ വീവിങ് കണ്ടിട്ടേ ഇല്ല സത്യം പറയാം. ആക്ച്വലി ഈ സാധനം ഞാൻ പറയുന്ന ഡയലോഗാണ്, പക്ഷെ ചേച്ചി എന്നെ സത്യം ഉടച്ച് പറഞ്ഞു. ബിക്കോസ് ഇതുവരെ ആരും കണ്ടില്ലാത്തൊരു ഡിസൈൻ ആണ്, ന്യൂ പാറ്റേൺ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ചാലും കുഴപ്പമില്ല, ബിക്കോസ് ഇത് എവിടെയും നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല, 100% ചാൻസ് ഇല്ല. ഞാൻ സീരിയസ്ലി പറയണം, ഞാൻ ഇത്ര സ്ഥലത്ത് പോകുന്നുണ്ട്, പല സാരീസ് കാണുന്നുണ്ട്, പല ബൂട്ടാ വർക്ക്സ് ഇതൊക്കെ. പക്ഷെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു വീവിങ് എന്ന് പറയുന്നത് അത് ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ. ഇനി ചിലപ്പോൾ കോപ്പി അടിക്കാൻ സാധ്യതയുണ്ട്, കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പലതും ഞാൻ പുറത്ത് വിടാത്തത്. കളക്ഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ചാനലിലും ഇത് പബ്ലിക് ചെയ്തിട്ടില്ല, നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ഇതിന് വരാൻ സാധ്യതയുണ്ട്. അതെ, ഫുൾ പ്യുർ ഗോൾഡ് സരിയും നമ്മുടെ സിൽവർ സരിയും വീവ് ചെയ്ത് വരുന്ന സാരിയാണ്. അതായത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ തിളക്കും, ആ ഒരു പ്രൗഡ്. ഇതിൽ നിങ്ങൾ ഇതായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ക്രിസ്ത്യൻ വെഡിങ്ങിൽ നിങ്ങൾ ഒരു ഫ്രോക്ക് ഇടുന്നതിനെക്കാട്ടിലും, പിന്നെ മാക്സിമം നിങ്ങൾ ഈ സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ഉണ്ട്. ഈ പക്ഷെ ഫ്രോക്ക് ആകുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലെഹങ്ക ആണെങ്കിൽ പിന്നെ തീരെ യൂസ് ഇല്ല. സാരി ആകുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഉടുക്കും. നിങ്ങൾക്ക് ആഫ്റ്റർ നിങ്ങൾക്ക് ഒരു മാരേജ് ആണെങ്കിലും, നിങ്ങൾക്കൊരു നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും, അത് നമുക്ക് ഇത് ജനറേഷൻ വൈസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും സാരി ആണെങ്കിൽ. പക്ഷെ ഇതേ നിങ്ങൾക്കൊരു ഇതാണെങ്കിൽ നമുക്ക് പാസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ ചിലർ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്. ഇത് ബാപ്റ്റിസം അതിനൊക്കെ നല്ല ഇതായിരിക്കും കേട്ടോ, ടച്ച് ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ കല്യാണ പെണ്ണ് തന്നെ വേണമെന്നില്ല അല്ലേ. ഇത് നമുക്ക് വരുന്നത് ഒരു 40 സംതിങ് റേഞ്ചിന്റെ നമുക്ക് വരുന്ന സാരിയാണ്. ഇതിൽ നമുക്ക് 10% ഡിസ്കൗണ്ട് വരും കേട്ടോ. ഏതെടുത്താലും അതിൽ 10% ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ഓൺ ചാനലിൽ നമുക്കൊരു വലിയൊരു ഓഫർ നമുക്ക് അവൈറ്റിംഗ് ആയിട്ടുണ്ട്. അതെ, ഒരു ഓഫർ ഉണ്ട്. ഇനി അപ്കമിംഗ് വീഡിയോസിൽ നമുക്കൊരു ചെയ്യണം. ഇപ്പൊ തന്നെ അത് ഫോളോ ചെയ്തിട്ട്. എന്താണ് പേര്? ശുഭരാഗ ടെക്സ്റ്റൈൽസ് കുത്താമ്പുള്ളി. ഇൻസ്റ്റാ, യൂട്യൂബ്, ഫേസ്ബുക്ക്, മൂന്നിലുണ്ട്. നമ്മള് യൂട്യൂബിൽ ശുഭരാഗ ടെക്സ്റ്റൈൽസ് കുത്താമ്പുള്ളി നടച്ചാൽ മതി, നമ്മുടെ ചാനൽ വരും. സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഏറ്റവും ഒരു ഡമക്ക ഓഫർ പോലെ ഒരു ഓഫർ നമ്മൾ ഓഫർ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്തായാലും ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ, ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്താണെന്ന് അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയാൻ പറ്റുമോ? ഇപ്പൊ ഇല്ല. അതെന്താ പറഞ്ഞാൽ അത് ഓൺ ഗോയിങ് പ്രോസസ്സിലാണ്. ഏത് ദിവസം കൊടുക്കണം, അങ്ങനെ ഒരു പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞുടനെ ഉറപ്പായിട്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കളക്ഷൻസ് അതിൽ അപ്ഡേറ്റ് ചെയ്യും. കളക്ഷൻസ് നമ്മൾ അതിൽ നമുക്ക് ഇങ്ങനത്തെ ബ്രൈഡൽ സാരീസും, ഇങ്ങനത്തെ ഇത്ര ഹെവി ബ്രൈഡൽ സാരീസ് അല്ല, ബട്ട് സ്റ്റിൽ ഒരു 20-30 വരെ ഞാൻ അപ്ലോഡ് ചെയ്യും അതിൽ. അതിന് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചാനലിൽ മാത്രം. നേരിട്ട് വന്ന് കാണാനെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൽ നമുക്ക് ഈവൻ ലൈക്ക് 1000 ബിലോ സാരീസ്, അങ്ങനത്തെ സാരികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ എല്ലാ സാരികളും നോക്കാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് വരുന്നത് ഒരു പേസ്റ്റിൽ, നെക്സ്റ്റ് ഒരു പേസ്റ്റിൽ ചെയ്ത് നമുക്ക് നോക്കാം. ടിഷ്യൂ ആണിത്.
ഇതൊരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ഷെയ്ഡില് സിൽവർ. ഇത് സിൽവർ അല്ല, സിൽവറും കോപ്പറും മിക്സ്, ഒരു പിങ്ക് ടച്ച് വരുന്നുണ്ട്. പിങ്ക് ടച്ച്. ഇത് ഫുൾ സിൽവർ. ഇത് സിൽവർ ഇങ്ങനെ ഉണ്ടാവും. ഇത് കോപ്പറും സിൽവറും മിക്സ്ഡ് ആണ്. അത് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് ഒരു ടച്ച് വരുന്നുണ്ട്. ഒരു പിങ്കിന്റെ ചെറിയൊരു ഇതിന്റെ ഒരു സാരിയുടെ കളർ. ഇതെന്താ പറഞ്ഞാൽ രണ്ട് നൂലും ട്വിസ്റ്റ് ആയി വരുമ്പോഴാണ് ഈ കളർ വരിക നമുക്ക്. അങ്ങനെയാണ് നെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഡീറ്റെയിലിംഗ് പഠിക്കാനുണ്ട് കുറെ. ഇത് അതിന്റെ ബ്ലൗസ്. ബ്ലൗസ് അല്ലേ ഇതാണ്. അപ്പോൾ ബോഡിയുടെ കളർ നമുക്ക് എക്സാക്ട് കളർ നമ്മൾ ഈ കളറാണ് കൊടുത്തിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്. അതില് സ്ലീവ് നന്നായിട്ട് ഇത്ര ബോർഡറിൽ അതെ, ഫുൾ നിങ്ങൾ സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലോ നല്ല ഭംഗിയായിരിക്കും. കറക്റ്റ് ഒരു ബ്രൈഡലിനൊക്കെ ഇടാൻ പറ്റിയത്. വീണ്ടും വീണ്ടും ആ ബ്രൈഡൽ പറഞ്ഞിട്ട് ഞാൻ നശിപ്പിക്കുന്നില്ല. കാരണം ബ്രൈഡൽ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ഫങ്ഷൻസ് ഉണ്ട്, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളക്ഷനായി. പിന്നെ നമുക്കൊരു ബ്രൊക്കേഡിൽ, ഐ മീൻ ബ്രൊക്കേഡിൽ തന്നെ നമുക്ക് കോൺട്രാസ്റ്റിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് കോൺട്രാസ്റ്റ് ഉണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് കോൺട്രാസ്റ്റ്. ഒരു ഡബിൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ, ഒരു ഗ്രീനും ബ്ലൂവും കൂടി മിക്സ്. അതെ, ഇത് വന്നിട്ട് നമ്മൾ ഇപ്പോൾ ന്യൂ ആയിട്ട് ട്രെൻഡ് ചെയ്ത ഡിസൈനാണ്. ഇത് നമ്മൾ നോർമലി കണ്ടുവരുന്ന, എപ്പോഴും കണ്ടുവരുന്ന ഒരു കോൺട്രാസ്റ്റ് ആണിത്. അപ്പം ഞാൻ രണ്ടും കാണിച്ചെന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഇതെടുക്കാം, അത് വേണമെങ്കിലും അതെടുക്കാം. രണ്ടും പ്യുവർ സിൽക്കാണ്. രണ്ടും പ്യുവർ ആണ്. രണ്ടും ഫുൾ പ്യുവർ ആണ്. ഡിസൈനിന്റെ വ്യത്യാസം നമ്മൾ എത്ര മുമ്പോട്ടുള്ളതെന്ന് പറഞ്ഞ് കാണിക്കാൻ ഞാനൊരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രം. വി ആർ നോട്ട് ലൈക്ക് അത് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എത്തിക്കുന്ന പാറ്റേൺസ് ആണ് അതൊക്കെ. ഇത് നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ നോട്ട് എവ്രി വൺ ലൈക്സ് ന്യൂ പാറ്റേൺ. അത് കണ്ട് നമ്മൾ ശീലമാകുമ്പോൾ അതായിക്കോളും. ഇതാകുമ്പോൾ നിറച്ച ഒരു ഫ്ലവറിന്റെ അതൊക്കെ ലഹരിയ പാറ്റേൺ വന്ന് ഉള്ളിൽ ലഹരിയ പാറ്റേൺ, അതിന്റെ ഉള്ളിൽ നമ്മൾ ബനാറസി വീവിംഗ് കൊടുത്തിരിക്കുന്നതാണ്. ഇതും കോൺട്രാസ്റ്റ് തന്നെയാണ്, ഇതും കോൺട്രാസ്റ്റ് തന്നെയാണ്. രണ്ടും കുറച്ച് ഡിഫറെന്റ് ആണ്. വീവിംഗ് ബേസ് വരുന്നത് നമുക്ക് ഡിഫറെന്റ്. രണ്ടും ബേസ് പ്യുവർ ആണ്. ബേസ് പ്യുവർ ആണ്, പക്ഷെ കളർ കോൺട്രാസ്റ്റ് ആണ്. അതില് ഓരോന്നും ഡിഫറെന്റ്. ഇതിൽ നമുക്ക് പല്ലു കണ്ടില്ല. അത് കാണാണ്ട് അത് മിസ്സായി പോയിട്ടുണ്ടാവല്ലോ. അതെ, കണ്ടോ, ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. റിച്ച് പല്ലു ആൻഡ് ബ്ലൗസ് വരുന്നത് ബാവിഞ്ച് ബ്ലൗസ്. ഓക്കെ, കുറേ കാണാനുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ ഓൾറെഡി അവിടെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണ്ടാവും ഏതാ സാരി എന്നുള്ളത്. കുറേ പേര് ഡയറക്റ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വീണ്ടും എടുത്ത് പറയാണ്. കാരണം ഇപ്പൊ നമ്മൾ തൃശ്ശൂരിലത്തെ ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവര് കേസ് കാണിക്കാൻ മടിയായതുകൊണ്ട് അവർക്ക് കല്യാണ പെണ്ണൊക്കെ ഇവിടുന്ന് എടുക്കാന്ന് പറയുമ്പോ അവർക്ക് ഒരു വിഷമം. എങ്ങനെയാ ഇതൊക്കെ പുറത്തേക്കൊക്കെ കാണിക്കാന്നുള്ളത് അവര് എന്താ പറഞ്ഞ. അതെ, നിറയെ പേർക്ക് വന്നിട്ട് ഇറ്റ് ഷുഡ് ബി എ റെനോട്ട് ഷോപ്പ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എവിടെ മാനുഫാക്ചർ എടുത്ത് പോയി നിങ്ങൾക്ക് എടുക്കാൻ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ യു ഷുഡ് തിങ്ക് ദാറ്റ് ഈസ് യുവർ ലക്ക്. അതന്നെ സത്യം. ആക്ച്വലി ഇത് പ്രശ്നം വെച്ചാൽ ചെക്കന് വീട്ടുകാർ അറിയില്ല ഇത് എവിടെ നിന്ന് എടുത്തേന്നുള്ള ആ ഒരു പേടി. എന്നാ നല്ല സാധനം കിട്ടുവാണെങ്കിൽ എഫോർട്ടബിൾ കിട്ടും. അപ്പൊ ഓടി വരുന്ന ശുഭരാഗലേക്ക്. അപ്പോ അടുത്ത ഒരു നമ്മൾ ടിഷ്യൂ ആണല്ലോ ഇപ്പൊ. അല്ല, ടിഷ്യൂ അല്ലല്ലോ കണ്ടത്. എല്ലാം കാണിക്കാനുള്ളതാ. എല്ലാം കണ്ടിട്ടേ. അതെ, എനിക്ക് കൺഫ്യൂസ് ആയി. ഇതൊരു എന്താ പറയാ, ഒരു വയലറ്റിഷ് പിങ്ക്, നോട്ട് ലോട്ടസ് പിങ്ക്, നോട്ട് ഒരു ബേബി പിങ്ക് അല്ല. ഇതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പിങ്ക് ആണ്. അതിൽ ഫുൾ ചെറിയ പൂക്കളുടെ ജാൽവീവ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡന്റെ ടച്ചും കൂടി ഉണ്ട് കേട്ടോ. അതില് ഗോൾഡനും സിൽവറും മിക്സ് ആയി വരുന്ന നമുക്ക് സറിയാണ് ഇതിൽ വീവിങ് വന്നിരിക്കുന്നത്. ഫുൾ പല്ലൂട്ടോ. ഇതിൽ അത്രയും ഹെവി വർക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ റേറ്റ് അതിനനുസരിച്ചിട്ട് ഹെവി ആയിരിക്കും. പക്ഷെ പുറത്ത് കിട്ടുന്നേക്കാളും ഭയങ്കര നമുക്ക് വലിയ റേറ്റ് അല്ല. 27,200 അതിൽ 10% ഡിസ്കൗണ്ട് വരുന്ന റേറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ 2 ഗ്രാം നമുക്ക് പ്യുവർ ഗോൾഡ് സറിയിൽ വീവ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഈ 10,000 നിങ്ങൾക്ക് 2 ഗ്രാം നമ്മുടെ കയ്യിൽ 6,000 ഉണ്ട്, 2,000 ഉണ്ട്. ഈവൻ 2,000 നമുക്ക് ടിഷ്യൂ സാരി ഞാനും കൊടുക്കും. ബട്ട് അതിനൊന്നും ഞാൻ ഇതുവരെ 2 ഗ്രാം, ബിക്കോസ് ഐ എം വെരി മച്ച് ഹോണസ്റ്റ് ഇൻ മൈ ബിസിനസ്. ബിക്കോസ് 2 ഗ്രാം അല്ലാത്തത് ഞാൻ 2 ഗ്രാം ഇതുവരെ പറഞ്ഞിട്ടില്ല. 10,000 ഡെഫിനറ്റ്ലി യു വോണ്ട് ഗെറ്റ് 2 ഗ്രാം സാരി. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരു സാരി എടുക്കുകയാണെങ്കിൽ 4 സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വന്നെടുത്താൽ മതി. വലിയ കടയാണെങ്കിലും ശരി, നമ്മൾ വേറെ ഏത് കടയാണെങ്കിലും യു ക്യാൻ ജസ്റ്റ് കമ്പയർ വിത്ത് എനി അതർ ഷോപ്സ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയണത്. അതെ, എന്താ പറഞ്ഞാൽ ഇതിന്റെ വീവിംഗ് കോസ്റ്റ് തന്നെ നമുക്ക് അത്ര റേഞ്ച് വരുന്നുണ്ട്. പിന്നെ അതിനായിട്ട് ശരിക്കും പ്യുവർ സിൽക്കിന്റെ റേഞ്ചും കൂടി ചേരുമ്പോൾ ഈ 10,000 പറയണത് ഈ 10,000-ന്റെ ഒരു പങ്കിനും കൂടി ഇതെത്തില്ല. ഈ സാരിയുടെ വീവിംഗ് കോസ്റ്റും ഈ റോ മെറ്റീരിയൽ കോസ്റ്റും മാത്രമേ ഈ 10,000-ന്റെ മുകളിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ പ്യുവർ 2 ഗ്രാം സറി എന്നൊക്കെ പറയണത്
ലൈക്ക് ഡോണ്ട് ഫാൾ ഫോർ എനി ഫേക്ക്. അത് ഒറിജിനൽ ആയിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒറിജിനൽ ചെറിയ എന്തായാലും അല്ലെങ്കിൽ നമുക്ക് 2 ഗ്രാമിനൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങൾ അതെ നിങ്ങൾ വലിയ കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന പ്രൈസ് ഒന്നുമല്ല, ഇത് നിങ്ങൾ നേരിട്ട് കണ്ടു വന്നിട്ട് എടുത്താൽ മതി. ബിക്കോസ് അത് എനിക്ക് അത്രമാത്രം നിർത്തിയാൽ മതി എനിക്ക് അതോടെ. പിന്നെ നമുക്കൊരു നല്ല ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ കളക്ഷൻ നോക്കിയാലോ, ഈ ഒരു കളക്ഷൻ ഇതൊന്നും എടുത്ത് കാണിച്ചാലോ അതിന്റെ വർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് വരുന്നത് നമുക്ക് മെറ്റാലിക് ഷെയ്ഡ്സ് ആണ്. ഈ ടിഷ്യൂ കാഞ്ചീപുരത്തിലെല്ലാം നമുക്ക് വരുന്ന മെറ്റാലിക് ഷെയ്ഡ്സ്. നോർമലി നമ്മുടെ ടിഷ്യൂല് കാണുമ്പോൾ ഗോൾഡൻ സിൽവർ മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ ഒരു പാറ്റേൺ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഇതിന്റെ മെറ്റാലിക് ഷെയ്ഡ്സ് ആണ്. എല്ലാത്തിൻ്റെ കൂടിയും ഒരു മെറ്റാലിക് ഫീൽ ഉണ്ടാവും. ഇതായിക്കോട്ടെ, ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ്. ഞാൻ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രം, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി. ഇതായിക്കോട്ടെ, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് സാമ്പിളിന് എടുത്തത് മാത്രം. ഗ്രീൻ ആണെങ്കിൽ ഒരു കോപ്പറിലെ ഗ്രീന്, ഇതൊരു ഓറഞ്ചില് ഒരു റെഡ്, കണ്ടോ, ഒരു വെറൈറ്റി ഷെയ്ഡ്സ് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. അതില് മുന്താണി വരുമ്പോ ഈ ഒരു പോർഷൻ അല്ലേ? അതെ, ഫുൾ ഹെവി മുന്താണി, ബോഡി ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ചെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ വെറൈറ്റി ഫംഗ്ഷന് ഏത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത്. ഏത് സാരി മേടിക്കണം? അതെ, വന്ന മാക്സിമം പേര് ഇവിടെ കൺഫ്യൂസ് ആയിട്ട് പോണവരാണ്. പക്ഷെ എന്തായാലും ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടേ പോകുള്ളൂ. ഒരെണ്ണത്തിന് പകരം നമുക്ക് 4-5 സാരി കൊണ്ടുപോകാം. കാരണം റേറ്റ് അത്രയും കുറവാണ്. ഇപ്പൊ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഷോറൂമിൽ പുറത്ത് അതിനേക്കാളും റേറ്റ് കൂടുതലാണ്. ഇനി അടുത്തൊരു പാറ്റേൺ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു പാറ്റേൺ. ഇതും നമുക്കൊരു ബനാറസി വീവിങ്ങില് ഒരു നമ്മുടെ ട്രഡീഷണൽ കമ്പൈൻ ചെയ്ത ഒരു സാരി. ട്രഡീഷണൽ വേഴ്സസ് നമുക്കൊരു ബനാറസി ട്രഡീഷണൽ രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്. അതിന് ബോഡി ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ മന്ത്രകോടി ആണെങ്കിലും ശരി, നിങ്ങളൊരു ഗസ്റ്റ് ലുക്കിനാണെങ്കിലും ശരി, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ലുക്ക് ഗുഡ്. ബിക്കോസ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 4 grams സാരിയാണ്. പക്ഷേ ഞാൻ ഓർണമെന്റ്സ് ഒന്നും വലിയ ഇങ്ങനെ ആഡംബരമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിമ്പിൾ ലുക്ക്. ബട്ട് സാരി നമ്മൾ എടുത്തു കൊടുത്തോളും. അങ്ങനെ സാരിക്ക് ആ ഒരു ലുക്ക് പ്രൗഡി ഉണ്ട്. ഇതാണ് ഇതിന്റെ മുന്താണി, ഫുൾ വർക്ക്. ഇതൊക്കെ മെയിൻ ഞാൻ എടുത്തു വെച്ച് കാണിച്ചത് വന്നിട്ട് മെയിൻ കളേഴ്സ് മാത്രമാണ് കേട്ടോ. പക്ഷേ ഇതല്ലാതെയും നമ്മുടെ കയ്യിൽ ഒരു പിസ്ത ഗ്രീൻ ആയിക്കോട്ടെ, സ്കൈ ബ്ലൂ ആയിക്കോട്ടെ, പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെയിൻ കളേഴ്സ് മാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും കുറെ കളക്ഷൻസ് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ കാണാം. അതും വീഡിയോ കോളിലാണെങ്കിൽ 30,000 വരെയൊക്കെ കാണിക്കണം. ബാക്കിയുള്ള ആണെങ്കിൽ എങ്ങോട്ട് വരണം? നേരിട്ട് ശുഭരാഗ ടെക്സ്റ്റൈൽസിലേക്ക് വരണം. അതും നമ്മുടെ ഒറിജിനൽ ഫീൽ ചെയ്ത് എടുക്കണം. ബിക്കോസ് നിങ്ങളൊരു സാരി തൊടുമ്പോൾ പറഞ്ഞാൽ ഈ സാരി തൊടുമ്പോൾ ഒരു ഫീല്, ടിഷ്യൂ സാരി തൊടുമ്പോൾ ഒരു ഫീല്, നിങ്ങൾ സെമി കാണുമ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നിങ്ങൾ തൊട്ട് ഫീൽ ചെയ്തെടുക്കണം. എനിക്ക് അത് ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അതെ, അത് നമ്മൾ തൊട്ട് ഫീൽ ചെയ്യണതും അത് മേടിക്കണതും കൊടുക്കണതും, ആ മേടിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മുഖത്തിലെ ഒരു സന്തോഷവും അതൊക്കെ കാണുമ്പോൾ അതൊരു രസമാണ്. അതെ. അപ്പൊ ഇങ്ങനെ ഒരു സാരി അത് കറക്റ്റ് ആയിട്ട് ആ ഒരു മടക്കിൽ പോയില്ലെങ്കിലേ കറക്റ്റ്. അതെ, ഞാൻ അതിനെ കുറിച്ച് ചില ചേച്ചിമാര് കമന്റ് ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യരുത് ചേച്ചിമാരെ. ബിക്കോസ് ഇതൊരു മന്ത്രകോടി സാരി അല്ലേ, അപ്പൊ അവർക്കത് സ്പെഷ്യൽ സാരിയാണ്. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ അതിനായിട്ടുള്ള ഒരു വാല്യൂ. ഇതിപ്പോ ഒരു വീവർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിന്റെ വാല്യൂ അറിയുള്ളൂ. ഇത് ബാക്കിയുള്ളവർക്ക് അത് അറിഞ്ഞോളന്നില്ല. അതെ, അപ്പൊ നമ്മൾ ആ പട്ട് സാരി എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടാണ് ഓരോരോ സാരി നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണത്. ആ ഒരു വാല്യൂ നമുക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതൊരു ഡിഫറെന്റ് കളർ, നിങ്ങൾ നോർമലി കാണാത്തൊരു മന്ത്രകോടി കളക്ഷൻസിന്റെ കളറായിരിക്കും. ചെറിയ താഴെ വരുന്നത് വലിയ ബോർഡർ, മുകളിൽ വരുന്നത് വെരി സിമ്പിൾ സ്മോൾ ബോർഡർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഗ്രീൻ പറഞ്ഞാൽ നോർമലി നമ്മൾ കണ്ടില്ലാത്ത ഒരു കാർഡമം പാഡിന്റെ ഗ്രീൻ കളറൊക്കെ വരുന്ന പോലെ ഒരു പെൻസിൽ വീവിംഗ് ആണ്. ഓൾ ഓവർ ദ ബോഡി പെൻസിൽ വീവിംഗിൽ വന്നിട്ടുണ്ട്. 2 gram ടച്ച് ഉള്ള വീവിംഗ് ആണ്. ഇത് ബോർഡർ നല്ല ബാവിൻസിൽ എന്താ പറയുക, സ്ട്രെയിറ്റ് ടു കട്ട് നമുക്ക് ഒരു മോഡേൺ തിയറിയിൽ വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു വരുന്നത് ഒരു അടക്കയുടെ കളറ്. അടക്കയുടെ കളർ പറഞ്ഞാൽ നമ്മൾ ഈ പാക്ക് പാക്ക് കളറ്, ആ കളറ് വൈൻ ഷെയ്ഡ് ഒക്കെ ഡാർക്കസ്റ്റ് ഞാവൽ പഴത്തിന് ഡാർക്കസ്റ്റ് കളർ. ഞാവൽ പഴം എന്ന് പറഞ്ഞില്ലേ, അതിനെക്കാളും ഡാർക്ക്, അതാണ് ഈ അടക്കയുടെ കളർ. ഇതിലെല്ലാത്തിലും നമുക്ക് ബ്ലൗസ് വരുന്നത് നമുക്ക് ബാവിഞ്ചാണ്. മാക്സിമം നമ്മൾ ബാവിഞ്ച് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം സാരീസിൽ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഏത് കളറ് ചേച്ചി പറയും, ചേച്ചി ഏതെങ്കിലും ഒരു എടുക്കാം. എനിക്കിത് എല്ലാതും കാണിക്കണമെങ്കിൽ അത്രയും വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത്. ഈ ഒരു ഗോൾഡ് നോക്കി, ഈ ഒരു ഗോൾഡ് അതിൽ ബോർഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, ഇത് ഇപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ഈ ഒരു ലൈക്ക് 2 weeks ബാക്ക് നമ്മൾ ചെയ്യിപ്പിച്ച ഒരു ഡിസൈനാണിത്.
ബിക്കോസ് ആഫ്റ്റർ ജ്യോതിക മാം ഉടുത്ത ശേഷം ഒരു ബോത്ത് ഒരു ട്രഡീഷണൽ ആയിട്ടും ജ്യോതിക മാമിൻ്റെ ആ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഗോൾഡൻ സാരിയിൽ ഫുൾ വീവിങ്, നമുക്ക് ഉള്ളിൽ വീവിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇങ്ങനെ ഒരു തിളക്കം നോക്കുമ്പോൾ ഒരു പിങ്കും ഒരു ഗോൾഡും മിക്സ്ഡ് ആയിട്ട്. പക്ഷേ ഒരു കല്യാണത്തിന് കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡേഴ്സാണ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കണം. മുന്താണി കോൺട്രാസ്റ്റ് അല്ല ശരിക്കും ആക്ച്വലി ഇതിന്റെ വീവിങ് തന്നെയാണ്. ഫുൾ പിങ്ക് ആണ് ഇതിന്റെ കളർ വരുന്നത്. പിന്നെ അതിൽ ഗോൾഡ് കൂടുതൽ കയറിയത് കൊണ്ട് നമുക്ക് ഒരു ഗോൾഡ് ഫിനിഷിംഗ് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി പിങ്ക് ആണ് ഷെയ്ഡ്. കറക്റ്റ് ഷെയ്ഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ്, അതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ഇതേ കളറാണ്. ഈ സെയിം ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് മൊത്തം നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിൽ ഗോൾഡ് കൂടുതൽ കയറിയത് കൊണ്ട് അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ഫീല് നമുക്ക് തോന്നുന്നതാണ്. അതെ, അപ്പൊ ഇതും ഒരു ഇത് വൺ ഓഫ് എ കൈൻഡ് സാരി കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കല്യാണത്തിനൊക്കെ നിങ്ങൾ ഉടുക്കുകയാണെങ്കിൽ യു വിൽ ബി ദ ഫസ്റ്റ് വൺ ടു വെയർ ദിസ് കൈൻഡ് ഓഫ് സാരീസ്. അടിപൊളി. വൺ സൈഡ് ഇങ്ങനെ ബോർഡർ ഒക്കെ വീതി. അതെ, ഒരു സൈഡ് വലിയ നല്ല വീതി കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. ഒരു സൈഡ് നല്ല വീതിയുള്ള ബോർഡറാണ്, മറ്റേ സൈഡ് ആകുമ്പോൾ ഒരു ചെറിയ ബോർഡർ. ബിക്കോസ് നോട്ട് എവ്രി വൺ എല്ലാവർക്കും വലിയ ബോർഡർ ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പാണ് ഈ ടൈപ്പ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും ഉള്ളതിൽ വെച്ച് കുറച്ച് ട്രഡീഷണൽ പാറ്റേൺ നോക്കിയാലോ. ഓക്കെ, ഇത് ഒരു മെറൂൺ ഷെയ്ഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ 4 gram സാരിയിൽ മറൂൺ, റെഡ്, പിങ്ക് ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് കളേഴ്സ്. അതെ, അത് നമ്മുടെ കേരള ബ്രൈറ്റ്സിന്റെ മെയിൻ കളേഴ്സ്. എന്താ ആ സാരി ആ തൊടുമ്പോഴേ അതിന്റെ ഫീല് വേറെയാണ്. അതെ, ശരിക്കും ഇങ്ങനെ ഒരു എന്തോ ഒരു സംഭവം ഇങ്ങനെ ഫീൽ ചെയ്ത് ഓർക്കുമ്പോൾ ആ ഒരു സുഖല്ലേ. അതാ ഇത് ഇങ്ങനെ കേട്ടോ. സോറി, മാംഗോ വന്നിട്ട് ഇങ്ങനെ. ഇത് നിങ്ങളൊന്ന് ക്ലോസപ്പ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ചേച്ചി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. മാംഗോ ആണ്, പക്ഷെ മാംഗോയുടെ ഉള്ളിലെ ഒരു മോട്ടിഫ് കണ്ടോ, മാന്റെ മോട്ടിഫാണ്. ഓ, ഇത് മാനിരിക്കും. ഇത് ആക്ച്വലി വനസിംഗാരത്തിന്റെ കോൺസെപ്റ്റ് ആണ്, ബട്ട് നോട്ട് ഫുൾ വനസിംഗാരം. വനസിംഗാരം നമ്മുടെ കയ്യിലുണ്ട്. ഫുൾ വനസിംഗാരം അല്ലാണ്ട് ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് മാംഗോ മോട്ടിഫ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിലാണ് ഈ വനസിംഗാരത്തിന്റെ കോൺസെപ്റ്റ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ആനയും ഇവിടെ ഒരു മാനും മയില്, അതായത് ആന ഇരിക്കുന്നുണ്ട്, ഒട്ടകം, മാൻ, മയിൽ എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്ച്വൽ വനസിംഗാരം അല്ല, ബട്ട് ഫ്യൂഷൻ ഓഫ് വനസിംഗാരം ആൻഡ് ട്രഡീഷണൽ പാറ്റേൺ. അതിൽ നല്ലൊരു മറൂൺ ഷെയ്ഡ്. ഇത് പല്ലുവിന്റെ പോർഷൻ. ഇത് 4 gram സാരിയാണ്. നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുക. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇതിന്റെ തിളക്കം നോക്കി എടുക്കുക. എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പൊ വരുമ്പോ ബ്ലൗസ് പ്ലെയിനിൽ വരിക. നിങ്ങൾക്ക് എന്ത് വർക്ക് വേണമെങ്കിൽ ചെയ്യാം ഇതില്. ശരിക്കും നമ്മൾ വരുമ്പോ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ വരാനായിട്ട്? എങ്ങനെയാണ് ചേച്ചി വരാനായിട്ട്? നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു ലൊക്കേറ്റ് ആയിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പേരാണ് കുത്താമ്പുള്ളി. അത് ആരും കൺഫ്യൂസ് ആവരുത്. ഒരു ഗ്രാമത്തിന്റെ പേര് തന്നെയാണ് കുത്താമ്പുള്ളി. നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ആയിരിക്കുന്ന എക്സാക്ട് കുത്താമ്പുള്ളി ഫ്രം തിരുവല്ലയിൽ നിങ്ങൾ 5 kilometer ഉള്ളിലേക്ക് വന്ന ശേഷം സർക്കാർ കിണർ സ്റ്റോപ്പ് വന്ന ശേഷം നമ്മുടെ ഒരു സ്റ്റെപ്പ് ഉള്ളിലേക്കാണ്, നോട്ട് ഓൺ ദ മെയിൻ റോഡ്, ഒരു സ്റ്റെപ്പ് ഉള്ളിലേക്കാണ്. 30 meters വാക്ക്, ഇറ്റ് മീൻസ് ലെസ് ദാൻ എ മിനിറ്റിന്റെ വാക്ക് മാത്രമാണ് എത്തിച്ചേരുക. ആൻഡ് പിന്നെ പറയാനുള്ളത്, വരാനുള്ള സമയം പറഞ്ഞാൽ കുറച്ച് നിങ്ങൾ മാക്സിമം ഇതൊക്കെ ഞാൻ പറയുന്ന ടിപ്സാണ് കേട്ടോ. കുത്തമ്പളിക്ക് വരികയാണെങ്കിൽ ബെറ്റർ യു ഗെറ്റ് എ ഗുഡ് ഫുഡ് ഫ്രം സം അതർ പ്ലേസ്, നോട്ട് ഇൻസൈഡ് കുത്തമ്പളി. കുത്തമ്പളിയിൽ കുറച്ച് ഫുഡിൻ്റെ പാടുണ്ട്. നിങ്ങൾ രാവിലെ വരുമ്പോൾ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഒരു പൊടിക്ക് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. സോ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് കുറവാണ്, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഹോട്ടൽസ് ഇത്തിരി കുറവായാലും ഒരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഊണ് കിട്ടും. അത് ഇവിടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അത് ഉച്ച നേരത്ത് 1 മണിക്കൂർ നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് നേരത്തോടെ വരുമ്പോൾ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ കളക്ഷൻസ് മാത്രമല്ല ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ നമുക്കൊരു 1-1.5 മണിക്കൂറിന് ഈ കളക്ഷൻ നോക്കാം. അതല്ലാതെ ഇനി നമ്മൾ ഗിഫ്റ്റിംഗ് സാരികളുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത് ഇനിയൊരു വീഡിയോയ്ക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുകയാണെങ്കിൽ ഒരു വീഡിയോ 1.5 മണിക്കൂർ 2 മണിക്കൂറല്ല, ഒരു ദിവസം ഫുൾ എടുക്കുന്ന അത്രയ്ക്ക് ഉണ്ട്. ബിക്കോസ് നമുക്ക് വരുന്ന പാർട്ടികളെല്ലാം അങ്ങനെ വരുന്നവരാണ്, എല്ലാം ദൂരെ നിന്ന് വരുന്നവരാണ്. ലൈക്ക് മാഹി, നമുക്ക് ദൂരെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സാണ് മാക്സിമം. മാഹി മാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്, പിന്നെ കൂർഗിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് ഒരു കല്യാണ പർച്ചേസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ പർച്ചേസ് ഇവിടെ ആക്കുകയാണെങ്കിൽ യു വിൽ ബി നിങ്ങൾ മാത്രമായിരിക്കും അവിടെ ഒരു ഫോക്കസ്. നമ്മുടെ ഫോക്കസ് നിങ്ങൾ മാത്രമായിരിക്കും. സോ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് നിങ്ങൾക്ക് ഒരു എന്തൊക്കെ വേണോ, ഫ്രം മന്ത്രകോടി ടു യുവർ ഗിഫ്റ്റിംഗ് സാരീസ് വിൽ ബി വിത്ത് യു. സോ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്കൊരു നല്ലൊരു സ്പേസ്, അതും ഹോംലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീൽ ആയിട്ടുണ്ടാവും. നോട്ട് ലൈക്ക് ഷോപ്പ്. നിങ്ങൾ
മീഡിയേറ്റർ ഇല്ലാണ്ട് നമുക്ക് ആ ഒരു വീവേഴ്സിൽ നിന്നും നമുക്ക് ആ ഒരു പർച്ചേസിംഗ് നടത്താൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് മീഡിയേറ്റർ ഇല്ലാണ്ട് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന്റെ റേറ്റിൽ നമുക്ക് കിട്ടും. അതെ, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കുത്താമ്പളി എന്ന് പറയുമ്പോൾ എക്സാക്ട് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ നെയ്യണതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അപ്പൊ അതൊക്കെ വരണമെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് വന്നേ പറ്റും. അതെ, കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളൂ. ഞങ്ങൾ വീട്ടിന് മുമ്പിൽ എല്ലാം ഇവിടെ നെയ്യുന്നവരുണ്ട്. അടുത്തൊക്കെ നെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചത് വയലറ്റ് അങ്ങനത്തെ മെയിൻ കളേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. കണ്ടോ, ഒരു നല്ല ബ്ലൂ കളർ, നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ്, അതെ, ഒരു നല്ല ഡിഫറെന്റ് ഷെയ്ഡ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കോൺട്രാസ്റ്റിൽ തന്നെ ഒരു പിങ്ക് പറഞ്ഞാൽ നോർമൽ പിങ്ക് അല്ല, ഒരു ലിപ്സ്റ്റിക്കിലൊക്കെ വരുന്ന പോലെ ഒരു പിങ്ക് ഷെയ്ഡ്, ലൈറ്റ്, അതിലേക്ക് ഒരു ഡാർക്ക് കോഫി ബ്രൗണിന്റെ ഷെയ്ഡ് കോമ്പിനേഷൻ. ഇത് മുന്താണി വരുമ്പോ ഈ ഒരു ഷെയ്ഡ് ആയിരിക്കും വരുന്നത്. നന്നായിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കും. പിങ്കില് ഇതൊക്കെ ഡിഫറെന്റ് പാറ്റേൺസ്, ന്യൂ പാറ്റേൺസ്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഇത് മാത്രം കാണിക്കുന്നത്. എനിക്കിനി നോർമൽ കളക്ഷൻസ് കാണിക്കണമെങ്കിൽ അതും എനിക്കൊരു കുറേ കാണിക്കാനുള്ളതുണ്ട്. പക്ഷെ ഞാൻ അത് കാണിക്കുന്നില്ലെന്ന് മാത്രം. ഐ വാണ്ട് ടു ബി ഡിഫറെന്റ് ഫ്രം അത്. നിങ്ങൾ മാനുഫാക്ചർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ നേരിട്ട് നിങ്ങൾ കണ്ടെടുത്താൽ മതി. ബിക്കോസ് ഈ ഡിസൈൻ ഇനിയും നോട്ട് ഇൻ ദ മാർക്കറ്റ് യു വിൽ ഗെറ്റ് ടു സീ. ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ കാര്യങ്ങളൊക്കെയാണ് പറയണത്. വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയണത്. അതെ, നമ്മുടെ എന്താ പറയാ എക്സ്പീരിയൻസ് ആണ് നമുക്കല്ല അല്ലെ. ആ എക്സ്പീരിയൻസ് നമ്മൾ ഐ എം സ്റ്റിൽ ലേണിംഗ് ഫ്രം മൈ ഡാഡ്. അപ്പൊ അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഇപ്പൊ ബിസിനസ് നടത്തുന്നത് നമ്മുടെ അച്ഛൻ ഹോൾസെയിൽ നോക്കണോ, ഞാൻ റീറ്റെയിൽ നോക്കണം. ഹോൾസെയിൽ ഇവിടെ തന്നെയാണ്. അതെ, ഹോൾസെയിൽ നമുക്ക് ഗോഡൌൺ ഉണ്ട്. പിന്നെ അച്ഛൻ വന്നിട്ട് കടയ്ക്ക് സപ്ലൈ ചെയ്യേണ്ടതാണ്. അത് അച്ഛൻ നോക്കണം. അത് അച്ഛന്റെ സെക്ഷൻ വേറെ, എന്റെ സെക്ഷൻ വേറെ. ഇവിടെ എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഹോൾസെയിൽ വേണമെന്ന് പറയാൻ അപ്പോഴും നിങ്ങൾ റീറ്റെയിലാ പറഞ്ഞാൽ റീറ്റെയിലിന്റെ വിലകളല്ല നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഹോൾസെയിൽ കൊടുത്താൽ നമുക്ക് അതിനായിട്ടുള്ള നമുക്ക് ചില എന്താ പറയാ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജസ് നമ്മൾ നമ്മൾ ഇതാക്കണമെന്ന് മാത്രം. അതേ വിലയിൽ നമ്മൾ ഇവിടെ നേരിട്ട് നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്തെടുക്കണം. അതുകൊണ്ട് ആ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതന്നെ. ഹോൾസെയിൽ വേണമെന്ന് വെച്ചാലും വിളിച്ച് പറഞ്ഞാൽ മതി. അതെ, ഹോൾസെയിൽ വേണം പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ഹോൾസെയിലാണ് നമ്മുടെ കടയുടെ നമ്പർ, GST നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വിലയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചു. അതെ, അതിന്റെ മെറൂൺ ആണിത്. ഓ ഓക്കെ, നേരത്തെ കണ്ട ഒരു രണ്ട് ഷെയ്ഡ്, ഒരു പിങ്കും ഒരു ഇതുമാണ്. ഇത് അതിന്റെ തന്നെ വേറൊരു കളർ. എന്തോ കണ്ട ഒരു ഫീല് പോലെ തോന്നി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചത്. അതെ, ഇതിൽ ഇനിയും ഷെയ്ഡ്സ് ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല എന്ന് മാത്രം. പിന്നെ നമുക്കൊരു ഡിഫറെന്റ് കളർ എടുത്താലോ, ഒരു മാറ്റി പിടിച്ചൊരു പിങ്ക് എടുക്കാം. ഇത് നമ്മൾ സിൽവർ. അതെ, സിൽവർ ചെറിയ ബൂട്ട വർക്ക് അങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ കോപ്പർ സറി അല്ല, നോട്ട് ലൈക്ക് കോപ്പറും അല്ല സിൽവറും അല്ല, രണ്ടും മിക്സ്ഡ് കളറാണ് നിങ്ങൾക്ക് സറി വരുന്നത്. സറി കളർ കണ്ടോ? ഇതിലിപ്പോ നമുക്ക് ഇങ്ങനെ സിൽവർ ബോർഡറാ വരുന്നത്. അപ്പൊ ഇതിൽ വരുമ്പോ നമുക്ക് കുറച്ച് കളറിൽ അങ്ങനെയാ വരുന്നത്. അപ്പൊ നടുക്കില് ഫുൾ ഇതൊക്കെ ഹെവി. നിങ്ങൾക്ക് മന്ത്രകോടിയായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സാരി, ഈവൻ ഫോർ ചർച്ച് വെഡിങ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരികൾ യൂസ് ചെയ്യാം. മറ്റേ താലിക്കെട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സാരികളാണ്. ഇതിപ്പോ സാരികളെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത് ഫ്ലോയി ആണോ, പട്ടുസാരികൾ ഫ്ലോയി ആണോ? ഏത് പട്ടുസാരിയും ജോർജറ്റ് പോലെ ഫ്ലോയി ആയിരിക്കില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. ബിക്കോസ് അങ്ങനെ അത്രയും ഫ്ലോയി ആണെങ്കിൽ 100% ഷുവർ അത് പട്ടുസാരി ആയിരിക്കില്ല. ഇത് വന്നിട്ട് ഈവൻ ദോ ഇറ്റ്സ് ഇത്രയും ഹെവി മീൻസ് ആ ഒരു നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സറി ആയിക്കോട്ടെ, പ്യുവർ സിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സാരിക്ക് ഒരു ഫ്ലെക്സിബിൾ കണ്ടോ, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സാരി ഉടുത്താലും നമ്മൾ ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ ബോഡിയുടെ കൂടെ ചേർന്ന് പോകും. നോട്ട് ലൈക്ക് ബുസുബുസ നിൽക്കില്ല, അങ്ങനെ നീറ്റായിട്ട്. ഇതും നല്ല ഒരു അടിപൊളി ഒരു ലാവൻഡർ ഷെയ്ഡ്, ഫുൾ ലാവൻഡറിൽ നല്ലൊരു വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ സാരികളുടെ പിന്നെ പ്രത്യേകത പറഞ്ഞാൽ ചിലവർ ഭയങ്കര ഡൗട്ടാണ്, നമ്മൾ സിൽവർ സരിക്ക് വന്നിട്ട് നമുക്ക് ഗോൾഡ് സെറ്റ് ആവില്ല പറഞ്ഞിട്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് സിൽവർ സരി അല്ല, അതുകൊണ്ട് നമുക്ക് ഗോൾഡ് ആയിക്കോട്ടെ, ആന്റിക് ഗോൾഡ് ആയിക്കോട്ടെ, അതൊക്കെ അതിന് കൂടെ നന്നായി ചേർന്ന് പോകും. ജ്വല്ലറി ബേസ്ഡ് ആയിട്ടും നമുക്ക് ചേർന്ന് പോകും. ജ്വല്ലറി കൂടി നോക്കണല്ലോ നമ്മൾ. അതെ, ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇതൊരു ബോഡിയിൽ ഫുൾ വർക്ക് വരുന്ന, അത് പല്ലൂടെ വർക്ക് വരുന്ന. ബ്ലൗസ് നമുക്ക് വരുമ്പോ ചെറിയ ബുട്ട വരുന്നുണ്ട് കേട്ടോ. ഇത് കുത്തണ ഭാഗം തന്നെ. ഇത് കുത്തണ ഭാഗം. അപ്പൊ ലൈറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡിൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ജ്വല്ലറിയും യൂസ് ആവും കേട്ടോ. ഏത് ജ്വല്ലറിയുടെ കൂടെ നിങ്ങൾക്ക് പാരപ്പ് ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി നമുക്ക് ഡയമണ്ട് ജ്വല്ലറി മാത്രമല്ല, ഏത് ജ്വല്ലറിയുടെ കൂടെ നിങ്ങൾക്ക് പാരപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഹെവി സാരി നോക്കാം. എത്ര റേഞ്ച് വരെ പോകും നമുക്ക് ഇവിടെ സാരി? നമുക്കിവിടെ സാരികൾ പറയുന്നത് നമുക്ക് 70 വരെ നമുക്ക് അവൈലബിൾ ആണ്. 70,000. അതില് ഗോൾഡിന്റെ സറി എന്ന് വെച്ചാൽ 2 ഗ്രാം 2 ഗ്രാം പിന്നെ 4 ഗ്രാം പിന്നെ 8 ഗ്രാം അങ്ങനെയൊക്കെ വരുന്നത്. 8 ഗ്രാം ഇല്ല, മാക്സിമം 5 ഗ്രാം ആണ്. പക്ഷെ 5 ഗ്രാമിന്റെ നമുക്ക് ഇപ്പൊ വന്നിട്ട് നമുക്ക് ഓർഡർ ബേസിസിലാണ് നമ്മൾ 5 ഗ്രാം ചെയ്യുന്നത്. സോ ഇപ്പൊ നമുക്ക് ഓർഡർ അത്രയ്ക്ക് 5 ഗ്രാമിന്റെ അത്രയ്ക്ക് ഇല്ല.
4 ഗ്രാം നമുക്ക് റെഗുലർ ആയിട്ട് പോകണ്ട, 5 ഗ്രാം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതിലെന്താ കുറേ വർക്കൊക്കെ കയറിയിട്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ യാഴി ട്രഡീഷണൽ കാഞ്ചീപുരം സിൽക്ക് സാരിയുടെ അതേ ട്രഡീഷണൽ കാഞ്ചീപുരം സിൽക്ക് സാരിയാണ്. ഇതിൽ ഓരോന്നും നിങ്ങൾ നോക്കുകയാണെങ്കിൽ യാഴി, മയില്, അന്നപക്ഷി, നമ്മൾ ഈ എല്ലാ മോട്ടീഫും ഉണ്ടാവും. നമ്മളൊരു പട്ട് സാരിയിൽ നമ്മൾ ഇപ്പോൾ ഈ സാരികളിൽ ഞാൻ പറയാം, ഈ സാരിയിൽ നമ്മൾ ഒരു മോട്ടീഫാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മോട്ടീഫ് പോലെ എന്തൊക്കെ ട്രഡീഷണൽ മോട്ടീഫ് ഉണ്ടോ അത്ര മോട്ടീഫ് ഈ ഓരോ ചെക്കിൽ ഇട്ടിട്ടുണ്ട്. ഓരോ ചെക്കിൽ ചെറുതായിട്ട് ചെറുതായിട്ട് വലിയ വലിയ വർക്കുകളായിരിക്കും. അപ്പൊ ആ ഒരു ഒരെണ്ണായിട്ട് കയറുള്ളൂ. ഇതിലാകുമ്പോൾ കുറെ കൂടുതൽ. അതെ, ഫുൾ വർക്ക് നമ്മൾ ഒറ്റ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത്രയും ട്രഡീഷണൽ ആയിട്ടാണ്. സ്പെഷ്യലി അതിന്റെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അഡ്വർടൈസ്മെന്റിനൊക്കെ നിങ്ങൾ മെയിൻ സാരി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കളറായിരിക്കും, ഒരു ഗ്രീൻ വിത്ത് റെഡ്. ഒരു കല്യാണ സാരി ആയാലും ശരി, നമ്മുടെ മനസ്സിലുള്ള ഒരു കളർ, ഒരു ഗ്രീൻ വിത്ത് റെഡ് കളർ, അതിൽ ഗ്രീൻ, അതിൽ മെറൂൺ, റെഡ്, അതെ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കാണിക്കുകയാണെങ്കിൽ നന്നായില്ലേ. അത്രയും ഹെവി പീസാണ് വരുന്നത്. ശരിക്കും ഇത് ഇങ്ങനെ വരുമ്പോ ആ ഒരു ബോർഡർ വരുമ്പോ അതിലത്തെ കുറേ വലിയ സ്റ്റണ്ണിങ് സാരി ആയിരിക്കും. ഇതിന് നിങ്ങൾ ഏത് ഇതിനും പെയർ ചെയ്യാൻ പറ്റും ജ്വല്ലറി. ഇതിൽ നിങ്ങൾക്ക് ഏതൊരു കൺഫ്യൂഷനും വേണ്ട. എന്തെടുത്താലും നിങ്ങൾ ഇത് ഇതാക്കി നിന്നോളും. സെന്റർ ഓഫ് അട്രാക്ഷൻ. അതെ, അത്രയും റിച്ച് ലുക്കാണ്. പിന്നെ നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഒരു വയലറ്റ് നമുക്ക് നോക്കാം. പക്കാ വയലറ്റ്. ഇതാ, ഇത് പ്യുവർ നൂല്, നമ്മുടെ പട്ടിന്റെ നൂല് കെട്ടി വരുന്ന നൂല്. ശരിക്കും നമ്മൾ ഈ സാരിന്നാണ് നമ്മുടെ താലിക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ കെട്ടുഭാഗല്ലേ ഇത് വരുന്നത്, നമ്മുടെ മുന്താണിയുടെ പോർഷൻ. അതെ, ഇത് ബോഡി ഫുൾ ചെറിയ ചെറിയ ചെക്കില് ചെക്കില് ഇത് ഒരു എന്താ പറയാ ട്രഡീഷണൽ പാറ്റേണിൽ വന്നിരിക്കുന്ന ഡബിൾ ഷെയ്ഡ് ഇതിൽ ഒരു ലൈറ്റും ഒരു ഡാർക്കും. ഡാർക്ക് രണ്ട് ഡബിൾ ടോൺ ആയിട്ട് വരുന്ന ഒരു സാരി കൂടിയാണ്. ഇനി ഇതിന്റെ ബ്ലൗസ് വരുന്നത് നമുക്ക് ഈ പോർഷൻ ആണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് വർക്ക് കയറിയിട്ടുള്ളത് ഡബിൾ ടോണിൽ വരുന്ന ഒരു ശരിക്കും പീകോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂവും ഗ്രീനും കൂടി. ഇതിൽ വരുമ്പോ ബ്ലൂവിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് ബ്ലൂ ആണ് ഇതിലിട്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇതിൽ ഇനിയൊരു ഇത് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ. ഇതൊരു കോപ്പറിന്റെ ചെറിയ, ഇത് ഒരു ലൈറ്റ് കോപ്പർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ക ബനാറസി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടും. എന്നാലും പട്ട് സാരിയാണ്. ഇതൊരു മെറൂൺ. ഇത് വന്നിട്ട് നമുക്ക് 4 ഗ്രാം സാരിയിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിന്റെ പാറ്റേൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു ബേസ് വരുന്നത് അല്ലേ. എന്നാൽ ഞാൻ വന്നിട്ട് ഗോൾഡൻ സാരി ഞാൻ വീവയിപ്പിച്ചില്ല. എനിക്ക് വീവയിപ്പിച്ചപ്പോൾ ഞാൻ 2 കളറും കൂടി മിക്സ് ചെയ്യിപ്പിച്ചത്, കോപ്പർ ആൻഡ് ഗോൾഡ്. അതൊന്നും കൂടി ഡള്ളടിക്കും. ഇപ്പൊ ബ്രൈഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗോൾഡൻ യൂസ് ചെയ്യാം. പക്ഷെ ആസ് ഒരു ഫംഗ്ഷന് പോകണ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ നമുക്ക് കൂടുതൽ തിളക്കം വേണ്ട പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സാരി മാറ്റിയാൽ നമുക്ക് ആ മിനിസം കുറച്ച് കുറയും. അപ്പൊ നമുക്കത് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു ബ്യൂട്ടിഫുൾ 4 ഗ്രാം സാരിയിൽ വരുന്ന ഫുൾ ഹെവി സാരി. ഇതിന്റെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് 2 ഗ്രാം സാരിയിൽ അപ്പോഴേ കാണിച്ചത്. ഇതിന്റെ 2 ഗ്രാം സാരിയിൽ ഇതൊക്കെ അതിന്റെ കോൺസെപ്റ്റ് ആണ്. ഇത് 2 ഗ്രാമില്, ഇത് 4 ഗ്രാമില്. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ മനസ്സിലൊന്നും ആ ഒരു തിളക്കത്തിന്റെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ആസ് ഓഫ് ഇൻ പിക്ചേഴ്സ് എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരേപോലെ തന്നെ തോന്നുള്ളൂ. അതിന്റെ ഒരു മിനിസം നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ സ്റ്റേജിൽ ഇതിന്റെ മിനിസം ഒറ്റയ്ക്ക് കാണും. പിന്നെ വീഡിയോ കോൾ ചെയ്യാണ്ട് പരമാവധി നേരിട്ട് വരാൻ നോക്കുക. കാരണം ഇത്രയും ഹെവി റേഞ്ചിലുള്ള സാരീസ് നമ്മളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീലിങ്ങോട് കൂടിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ കുത്താമ്പുള്ളിയാണ്. കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമം കൂടി. അതെ. അപ്പൊ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും നല്ലത്, ഞങ്ങൾക്കും സന്തോഷം. ഇത് നമ്മുടെ പ്യുവർ സിൽക്കിൽ തന്നെ കുറച്ച് നമ്മൾ നോർമലി കണ്ടത് മതി, നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണം. മീനവർക്കൊക്കെ ആയിട്ട് നമുക്കൊരു ഇത് കാണുമ്പോൾ നമുക്ക് ടിഷ്യൂ പോലെ തോന്നും. ബട്ട് ഇറ്റ്സ് എ ബ്രൊക്കേഡ് സാരി, ബ്രൊക്കേഡിൽ വരുന്ന സാരി കേട്ടോ. ഫുൾ മീനവർക്കാണ് ബോഡി ഫുൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ജരി വന്നിട്ട് സിൽവർ ജരി. അത് സിൽവറിന്റെ പകരം ഗോൾഡ് പറയുകയാണെങ്കിൽ അതും ചെയ്ത് തരും കേട്ടോ. നല്ലൊരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അങ്ങനെ വരുന്ന ഒരു സാരിയാണ് ഇത്. കറക്റ്റ് ആ ഒരു മടക്ക് നമ്മൾ ഇപ്പൊ തന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. സാരല്ലേ, ഞാൻ മടക്കാം. കറക്റ്റ് ആ ഒരു മടക്ക് വേണം, അല്ലെങ്കിൽ ആ ഒരു പട്ടിന്റെ ഇത് പോവും. അതെ, ആ ഒരു പട്ടിന്റെ ഒരു എന്താ പറയാ പുതുമ പോവും, ഫ്രഷ്നെസ് ഒക്കെ പോവും. അതുകൊണ്ടാണ് നമ്മൾ അപ്പൊ തന്നെ കയ്യോടെ അത് ചെയ്യുന്നത്. അപ്പൊ
അപ്പൊ ഇനി അടുത്ത കളക്ഷൻസിലേക്ക് കിടക്കാം. കാണിക്കുകയാണെങ്കിൽ ഇത് കാണിക്കുന്നത് ഫുൾ കാണിക്കാൻ. അതെ, പിന്നെ അപ്പുറത്തുള്ളത് ഫുള്ളും നമുക്ക് 9 തൊട്ടിട്ട് ഒരു 15 വരെ ഉള്ളത് അതിൽ ഫുള്ളും ഉണ്ട്. ഈ സൈഡും ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് ഒരു റൂം വേറെ. അതെ, അതിന് ഫുള്ള് സെമി, അതിലും ഒരു 15 വരെ ഉള്ളതുണ്ട്. 15,000 വരെയൊക്കെ അതിലും വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു ചക്രം മോട്ടിഫ് ഫുൾ നമുക്ക് ഈ ചക്രത്തിന്റെ ഡിസൈൻ ആ ചെക്കിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അത് ഫുൾ വീവിംഗിൽ ചെയ്തിട്ടുള്ള ഗോൾഡില്. പിന്നെ അത് അടിപൊളിയായിട്ടല്ലോ, നല്ലൊരു ഷെയ്ഡും അതുപോലെ തന്നെ പാറ്റേണും അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡും അതിന്റെ പാറ്റേണും കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഹാഫ് മണ്ഡല ഡിസൈൻ പറയും ചേച്ചി. മണ്ഡല ഫുൾ മണ്ഡല അല്ല, ഹാഫ് മണ്ഡല ഇട്ടിട്ട് ഇതിൽ നമുക്ക് ഇതിലെ പല ഡിസൈൻസ് നമ്മൾ ചെയ്യിപ്പിച്ചു. ഇപ്രാവശ്യം ഫുള്ളും ഇങ്ങനത്തെ ഹാഫ് ചെയ്തിട്ടാണ്. മാംഗോ ഹാഫ്, ഓൾ ഓവർ ദ ബോഡി നിങ്ങൾക്ക് നോക്കുമ്പോൾ ജോമെട്രിക്കൽ ഫീല്, പക്ഷെ ഉള്ളിൽ നോക്കുമ്പോൾ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വീവിങ്സിലാണ് ഇങ്ങനത്തെ ഹാഫ് മണ്ഡല. നമുക്ക് വേറെ വേറെ പാറ്റേൺസ് ഫുള്ളും കാണാം. പിന്നെ അതിൻ്റെ ബോർഡർ നോക്കുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ അല്ല, ഒരു കണ്ടംപററി മോഡേൺ ഡിസൈനാണിത്. ഓ, പിന്നെ ഒരു എന്താ പറയാ, എന്ത് ഷെയ്ഡാ പറയാ ഇതിനിപ്പോ, ഒരു വയലറ്റ്, നല്ല ഡാർക്ക് വയലറ്റ് ആ ഒരു കളർ കാണുന്നതും കൂടി എനിക്ക് കറക്റ്റ് അറിയില്ല. ബ്ലാക്ക് അല്ല, ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡ്, ഒരു ഞാവൽപ്പഴം. അതെ, അതിനേക്കാളും ഡാർക്ക് ആ ഒരു ഈ കളർ മുക്കിയ അടയ്ക്കുണ്ടല്ലോ, ഈ തമിഴ്നാട്ടിലൊക്കെ വെറ്റല അടയ്ക്കയില് ആ കളറിലേക്ക്, ആ കളറാണിത്. അതിന് നല്ലൊരു അത് ബ്ലാക്ക് അല്ല, അതൊരു വയലറ്റ് പോലെ ഒരു കളറാണ്. അത് തമിഴ്നാട്ടിലെ കിട്ടില്ല, ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടാറുണ്ടല്ലോ. കിട്ടും, ഞാൻ മുറുക്കാറില്ല. ഞാനും മുറുക്കാറൊന്നുമില്ല. പക്ഷെ നമ്മള് ഐ മീൻ ദേവാങ്കർ നമ്മള് ദേവാങ്കർ ആയതുകൊണ്ട് നമുക്ക് ഓരോ ട്രഡീഷണലും നമുക്ക് ആ ഒരു പാക്ക് വെക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ ഇവർക്ക്. ഇപ്പൊ വെറ്റില ഇതൊക്കെ ദക്ഷിണ വെക്കുക, അങ്ങനത്തെ സംഭവമൊക്കെ വെക്കുമ്പോ അത് വേണം. ഈവൻ ഫോർ എനി ഒക്കേഷൻ നമ്മളത് യൂസ് ചെയ്യും. സോ നമുക്ക് അതിന്റെ ഒരു ഇതറിയാം, കളർ. ആൻഡ് ഇതുമുണ്ട്. പിന്നെ ഇതിന്റെ ഇനിയും ലൈറ്റ് ബേബി പിങ്ക്, അതിനെ എടുത്തില്ല. എല്ലാം എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഒരേപോലെയുള്ളത്. ഇതൊരു വീവിങ് നോക്കിയാൽ ചേച്ചിക്ക് മനസ്സിലാവും, ചെറിയ വീവിങ്. അതെ, പെൻസിൽ വീവിംഗ് ആണ് കേട്ടോ ഇതിൽ ഫുൾ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത്, നല്ല പ്രിറ്റി ലുക്ക്. അതിന്റെ മുന്താണിയും ബോഡിയും, ഓ മൈ ഗോഡ്, എന്ത് രസമല്ലേ. ഇത് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു കോൺസെപ്റ്റ്, കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് പേസ്റ്റൽ കളർ സെറ്റ് ആവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫെയർ ആയിട്ടുള്ളവർക്ക് പേസ്റ്റൽ കളർ അത്ര സെറ്റ് ആവുന്ന കളറാണ്. വെച്ച് നോക്കിയാലല്ലേ അതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്യുള്ളൂ. നല്ല, പിന്നെ ഇതൊരു പേപ്പറിന്റെ കനം പോലും ഇല്ല, അത്രയും ലൈറ്റ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇനി 2 പ്രാവശ്യം ഓപ്പൺ ചെയ്ത സാരി ഞാൻ പറഞ്ഞ പോലെ ഫ്ലോയി ആവും, ഫ്ലോയി ആവും. ഫ്ലോയി മീൻസ് നോട്ട് ടു ഫ്ലോയി, ബട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലോനെസ് വരും. ഓക്കെ, ഹെവി സാരി, ഒരു പിങ്കില് പെൻസിൽ വീവിംഗ് ആണ്. ഓൾ ഓവർ ദ ബോഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുൾ പെൻസിൽ വീവിംഗ് ആണ്. ഇതിപ്പോ ഞാൻ സാരി എടുത്തിട്ടപ്പോ ആ വെയിറ്റ് ഫീൽ ആവില്ല നമുക്ക്. പേപ്പറിന്റെ കനം പോലും ഇല്ലാന്ന് പറഞ്ഞില്ല, ആ ഒരു ലൈറ്റ് വെയിറ്റിലാണ്. പിന്നെ നമ്മുടെ കയ്യില് 30 ഗ്രാമിന്റെ സാരി ഉണ്ട്, പ്യുവർ സിൽക്ക്. അത് ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയി. 30 ഗ്രാമിന്റെ നമ്മളൊരു റിങ്ങിന്റെ ഉള്ളിൽ വിട്ടാ പുറത്ത് വരും സാരി. സീരിയസ്ലി അപ്പൊ അത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നോക്കാം നമുക്ക്. അത് ഇടയില് ഞാൻ ഇതിന്റെ ഇതിൽ ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ അത് കാണിക്കാം ചേച്ചിക്ക്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കട്ടെ. ഞാനും എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാമ്പഴ കളറിൽ മസ്റ്റർഡ്, ഒരു മസ്റ്റർഡ് യെല്ലോ ഗോൾഡൻ കളറില് ഫുൾ വലിയ. ഇതാവുമ്പോ കുറച്ച് ബോൾഡ് ആയിട്ട് കാണിക്കും. നിങ്ങൾ ഒരു റിസപ്ഷൻ വെയർ ആണെങ്കിൽ, ഒരു നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾ ഈ ഇതിന് പോയി കസവിന് പോയി പറഞ്ഞാൽ ഒരു റിസപ്ഷൻ എനിക്ക് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ട് കാണണം, ബട്ട് ഐ വാണ്ട് ടു ലുക്ക് ബോൾഡ് എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് സാരി. ആനയുണ്ട്, മയിലുണ്ട്, ബോർഡർ ഫുൾ ആ ഒരു ട്രഡീഷണൽ ലുക്ക്. പക്ഷെ ഭയങ്കര ബോൾഡായി സാരി. അതിന് മുന്താണി വരുമ്പോ നമുക്ക് റെഡ് കളറിൽ, അതും റെഡ് എന്ന് പറയുമ്പോൾ ബോർഡർ ഇതിന്റെ കൂടെ മിക്സ് ആയതുകൊണ്ട് ഇങ്ങനെ കളർ റെഡ്, ബോർഡറിൽ റെഡ് നല്ല ഹെവി ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും റെഡ് ആയിരിക്കും. പക്ഷെ ഇത് കുറച്ച് സെറ്റിൽ ആയിട്ടാണ് കേട്ടോ മുന്താണിയുടെ പോർഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു വർക്ക്. ഇവിടെ പിടിച്ചോ. എന്നും ഇങ്ങനെ എടുക്കലും കാണിക്കലും ഒക്കെ ആകുമ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് എന്നും തീരെയില്ല, കൊതി തീരെയില്ല. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, സാരി കണ്ട് കൊതി തീരില്ല. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്തെടുപ്പിക്കണത് കൊണ്ടാകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. അതെ, പക്ഷെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഓരോ പ്രാവശ്യം. നമുക്ക് എക്സൈറ്റ്മെന്റ് തീരെയില്ല. അതെ, നെക്സ്റ്റ് എന്താ ചെയ്യാ, നെക്സ്റ്റ് നമുക്ക് എന്ത് ഡിസൈൻ കൊണ്ടുവരാം, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ എന്താ സംഭവം? ഏത് ചേച്ചി?
അത് നമുക്ക് വരുന്നത് ഡൂപ്പിയോൺ ടസർ ആണ്. ഇത് പ്യുർ ടസർ സിൽക്ക് സാരീസ് ആണ്, ഹാൻഡ്ലൂം സാരികളാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ. ഇതിൽ നമുക്ക് മിക്സ് ഐറ്റമും ഉണ്ട്. അത് നമുക്ക് റേഞ്ച് കമ്മി തന്നെ, ലൈക്ക് അറൗണ്ട് ഒരു 6-7 ആ റേഞ്ച്. ഇത് നമുക്ക് വരുന്നത് ഒരു 10-ന്റെ അബോവ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. അതെ, ടസർ, ഡൂപ്പിയോൺ ടസറിൽ. ഇത് നമുക്ക് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്, പക്ഷെ ഇത് ആക്ച്വലി ഡൂപ്പിയോൺ ടസർ ആണ്. ഇത് ഫുള്ളും നിങ്ങൾക്ക് വീവിങ് കണ്ടാൽ മനസ്സിലാവും. ഇതില് ശരിക്കും പക്ക ഹാൻഡ്ലൂം ആണ്. അതിന്റെ ഒരു ടെമ്പിളിന്റെ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്, ചുട്ടിയുടെ ഡിസൈൻ. അതെ, ചുട്ടി ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട്. ചുട്ടി ഡിസൈൻ വരുന്നത് മിക്കതും ഈ ഹാൻഡ്ലൂമിലാണ് വരുന്നത്. അത് എടുത്ത് പറയാണ്, ചിലതിലുണ്ടാവില്ല, ചിലതിലുണ്ടാവും. പക്ഷെ ഒരുവിധം മിക്കതിലും നമുക്ക് ഈ ഒരു ചുട്ടിയുടെ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ഹാൻഡ്ലൂം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് തന്നെ നമ്മൾ പവർലൂമിൽ ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് അതിൽ കൊണ്ടുവരുത്താൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ സ്വയം ഒരാള് കൈകൊണ്ട് അത് നെയ്തെടുക്കണത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചുട്ടിയുടെ ഡിസൈൻ നമുക്ക് ഹാൻഡ്ലൂമിലാണ് വരുന്നത്, പവർലൂമിലല്ല. പവർലൂമിൽ ഈ ഒരു ഡിസൈൻ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് നല്ലൊരു ടെസറില് ഡൂപ്പിയോൺ. ഇതിൽ വേറെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം ബ്ലാക്കിന് ഇതുവരെ എടുത്തിട്ടില്ലല്ലോ പറഞ്ഞു ബ്ലാക്ക് എടുത്തതാണ്. ഇത് വരുമ്പോൾ നമുക്ക് വീവിങ് ഗ്രീനില് നമുക്കൊരു 2 കളർ, കോപ്പർ ആൻഡ് നമുക്ക് സിൽവർ വീവിംഗിൽ വരുന്നതാണ്. അതില് വൺ സൈഡ് ബോർഡർ, വൺ സൈഡ് മാത്രം ബോർഡർ, വൺ സൈഡ് സിമ്പിൾ ബോർഡർ ആണ്. സിമ്പിൾ ബോർഡറിൽ അതിൽ വലിയൊരു വീവിംഗ് ആയിട്ട്. അപ്പൊ ഇതും ഡൂപ്പിയോൺ ടെസർ. ഇതും ഡൂപ്പിയോൺ ടെസർ. ഡൂപ്പിയോണിൽ പിന്നെ എടുത്തു പറയാനുള്ളത് അതിന്റെ ടെക്സ്ചർ ആണ്. നോട്ട് ലൈക്ക് ടൂ സോഫ്റ്റ് ആയിരിക്കില്ല, ഒരുമാതിരി ഒരു പരപരപ്പ് ഉണ്ടാവും. പക്ഷെ കുത്തുന്ന പരപരപ്പൊന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് കുറച്ച് സ്പെഷ്യൽ സാരീസ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഈ കളർ വെച്ച് തുടങ്ങാം, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. ഡബിൾ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പീകോക്കിന്റെ ഷെയ്ഡൊക്കെ വരില്ലേ? ഇത് നമുക്ക് വരുന്നത് ഒരു സറിക്കട്ടം പാറ്റേണിൽ ഫുൾ ഓൾ ഓവർ ദ ബോഡി സറിക്കട്ടം പാറ്റേണിൽ വരുന്ന സാരി. ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. അത് നല്ലൊരു വയലറ്റും ലൈറ്റ് ബ്ലൂ. ബ്ലൂ പറഞ്ഞാൽ ശരിക്കും മയിൽക്കലത്ത് കളർ. അതല്ലേ, നല്ല അടിപൊളി ഷെയ്ഡ്. അതിൽ ഫുൾ മയിൽ എന്ന് വെച്ചാൽ ട്രഡീഷണൽ രീതിയിലാണ് ഇവിടെ ഫുൾ വീവിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ. ഡബിൾ ഷെയ്ഡ് നിങ്ങൾക്ക് കാണുമ്പോഴേ അതിന്റെ വീവിങ് ആയാലും ശരി, അതിന്റെ ബോർഡർ ആയാലും ശരി, ആ ഒരു ഹൈലൈറ്റ് ലുക്കാണ് അതിന്റെ ലുക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ ബോഡി ഫുൾ സെയിം ആ ഒരു വർക്കിലാണ് കയറി പൊരിക്കുന്നത്. കറക്റ്റ് ഒരു മടക്ക് എന്തായാലും വേണം. ഇതൊക്കെ റേഞ്ച് ഏകദേശം ഇത് കറക്റ്റ് അല്ല, ഇതിന്റെ കറക്റ്റ് ഏകദേശം ഒരു റേഞ്ച് പറയാൻ പറ്റുമോ? എന്താ പറയണം, ഒരു മിനിറ്റ് മടക്ക് ശരിയാക്കട്ടെ എന്നിട്ട് പറയാം. അതെ അതെ അതെ, അല്ല കറക്റ്റ് എന്ന് വെച്ചാൽ ഇത് അടുത്ത കസ്റ്റമേഴ്സിന് കാണിക്കുമ്പോൾ അതിന്റെ കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതൊക്കെ നമുക്കൊരു 40 വരുന്ന റേഞ്ച് 40,000 വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. നല്ല പക്ക പ്യുവറില് ഡബിൾ ഷെയ്ഡിൽ. ഇത് ഈ സറിക്കട്ടം വന്നിട്ട് നമ്മുടെ കയ്യിൽ 25 റേഞ്ചിലുണ്ട്. ആൻഡ് വേറെ ഒരു ടൈപ്പ് ഓഫ് ചെക്ക് നമുക്ക് 11,000 പല ടൈപ്പ് ഓഫ് ചെക്സ് വി ഹാവ്. ബട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി, നമ്മൾ എന്ത് ലൂമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് വാല്യൂ മാറുന്നത്. അപ്പോൾ പലവരും ഇതേ സെയിം സാരി പവർ ലൂമിൽ ചെയ്തത് കൊണ്ടൊന്ന് എൻ്റെ കയ്യിൽ കാണിച്ചിട്ട് ഇത് ഇത്ര രൂപ. പവർ ലൂം ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പവർ ലൂം ഇസ് 100% ഡിഫറെൻറ്റ് ഫ്രം ഹാൻഡ്ലൂം. ഹാൻഡ്ലൂം എന്ന് പറയുന്നത് ഈ ഒരു സാരി ആവണം പറഞ്ഞാൽ ഒരു 5 to 6 days ആവും. ഇതേ ടിഷ്യൂ സാരി ഒക്കെ ആണെങ്കിൽ, ഹെവി സാരി ആണെങ്കിൽ 10 to 15 days ഒരു സാരി ആവും. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ട പറഞ്ഞാൽ ഒരാളുടെ ജീവിതം ഒരു 15 days നിങ്ങൾക്ക് വേണ്ടി അവർ നെയ്ത് തന്നിരിക്കുകയാണ്. ഒരു 15 days നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ ഒരു സാരിക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ട പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്. പവർ ലൂം ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. പവർ ലൂം ഒരു ദിവസം വേണ്ട, ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് സാരി ഉണ്ടാക്കി മെഷീനിലിടാം. പക്ഷേ ഇങ്ങനത്തെ സാരികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പവർ ലൂമിൽ നമുക്കൊരു 1.5 to 3 days വരെ എത്തും. ബിക്കോസ് അതിന് പവറിന്റെ കൺസെപ്ഷൻ ഉണ്ടാവും, പവർ ഇതുണ്ടാവും. ഇത് അതർ ടൈപ്പ് ഓഫ് വൈറൂസി പാറ്റേൺ. കുറച്ചുകൂടി ബോർഡർ വീതി കൂടുതലല്ലേ. ഇതും നമുക്ക് ട്രഡീഷണൽ പാറ്റേൺ, മുകളിൽ നമുക്ക് കുഞ്ഞു ബോർഡർ വരണം. ഇതൊരു ഡ്യുവൽ ഷെയ്ഡ് ആണ്, ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഇത് ഡബിൾ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതൽ ഫീൽ ചെയ്യില്ല സ്കിന്നില്. ഇത് ബ്രൈറ്റ് ആയിട്ട് കാണിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന കളറാണ്. ചേച്ചി കൊടുത്തിരിക്കുന്ന ഏകദേശം കളർ യെസ് ഏകദേശം അതിൽ പെടും. എൻ്റെ ഈ ഒരു ബ്ലൗസിനോട് കൂടിയിട്ട് മാച്ച് ആവും. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഒന്ന് നോക്കി, നല്ല ഭംഗിയുള്ള ഒരു വർക്ക്. ഇതിൽ തന്നെ നല്ല ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ബോർഡർ. പിന്നെ ഒരു സൈഡ് ബോർഡർ കുറവാണല്ലോ, ഒരു സൈഡ് ചെറിയ കുഞ്ഞു. ആക്ച്വലി എനിക്ക് ബ്ലൗസിൽ മാച്ച്, അതെ ചേച്ചിയുടെ ബ്ലൗസിന് എക്സാക്ട് മാച്ച് വരുന്ന ഒരു സാരിയാണിത്. പിന്നെ ഇത് ഓറഞ്ച് ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട, ആരിട്ടാലും അതിനൊരു ഗ്ലാമർ വേറെ. അത് ഓറഞ്ച് പറഞ്ഞാൽ ഫുൾ ഓറഞ്ച് അല്ല, അതിലൊരു പിങ്കിന്റെ ഷെയ്ഡ് ഉണ്ട്, ഡ്യുവൽ ഷെയ്ഡ് ഉണ്ട്. അതുകൂടി ആകുമ്പോൾ മിക്സ് ആകുമ്പോൾ വരുമ്പോൾ പിന്നെ ആർക്കായാലും ചേരുന്ന കളറാട്ടോ. രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കുറച്ച് സാരിയും കൂടി ഉണ്ട് കാണിക്കാനായിട്ട്. പക്ഷേ ഇതിനേക്കാളും കുറേ സാരീസ് ഇതാ
അതെ ഒക്കെ ഉണ്ട്. ഇനിയും കാണിക്കാനുള്ളത് ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ അടുത്തത് നോക്കിയാലോ? അടുത്ത നമുക്ക് ഒരു ഡിസൈനർ കാഞ്ചീപുരം നോക്കാം ചേച്ചി. ഓക്കെ, ഇത് വരുന്നത് നമുക്ക് ബോർഡർലെസ് ആണ്. ഇപ്പത്തെ വരുന്ന ട്രെൻഡിൽ വരുന്ന ഒരു സാരിയാണ്. ബോർഡർലെസ് ആണ്. അതിൽ ഞാൻ കളേഴ്സും കൂടി എടുത്തിടാം. ഓക്കെ, ഇനിയും കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി മാത്രം കളർ എടുത്തു കേട്ടോ. ഇതൊരു ഡിഫറെന്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഒരു ഡാർക്ക് കോഫി ബ്രൗണിൽ നമുക്കൊരു ഒരു ലൈറ്റ് ഗ്രീൻ കളർ, പീകോക്ക് ഗ്രീൻ കളർ. അതില് ഹാൻഡ്ലൂം, ഇതെല്ലാം ഹാൻഡ്ലൂം സാരി, പക്ക ഹാൻഡ്ലൂം, പക്ക ഹാൻഡ്ലൂം സാരിയാണ്. പിന്നെ ഇതിന്റെ ഈ ഒരു ബൂട്ട വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ വർക്കുകൾക്ക് കൂടുതൽ കാണാം, പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ് വരുന്നത്. അതേപോലെ കോമ്പിനേഷനും നിങ്ങൾ നോർമലി കാണാത്ത ഒരു കോമ്പിനേഷൻ ആയിരിക്കും. കളർ കോമ്പിനേഷൻ, പിന്നെ നമ്മൾ പറയുന്ന കളർ കോമ്പിനേഷൻ അതും നമുക്ക് സെറ്റ് ആക്കി തരും കേട്ടോ. ഇപ്പൊ ഈ കളർ കോമ്പിനേഷൻ തന്നെ വേണമെന്നില്ല, ഏത് കളർ കോമ്പിനേഷൻ പറഞ്ഞാലും അത് നമുക്ക്. അതെ, പിന്നെ നമുക്ക് നമ്മൾ ആ കാര്യം വന്നിട്ട് എന്താ പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമ്മൾ വീവിങ്ങിൽ സാരികൾ ഓടിക്കൊണ്ടുണ്ടാവും. അപ്പൊ ആ സെറ്റ് ഫുള്ളും ഓടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത സാരി എടുക്കുക. ഇപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഓടിക്കണു പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് വന്ന് നമുക്ക് ഇതേ സെയിം സാരി റെഡ് കളറിൽ വേണം പറഞ്ഞാൽ ചിലപ്പോൾ ആ ബ്ലൂ കളറിൽ നമ്മളൊരു 5-6 സാരി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത പിങ്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ തന്നെ കളർ ഓപ്ഷൻസ് വരുന്നത് ഇത് വേറെ ഡിസൈനും കൂടിയിട്ടാണ്. ഇതിപ്പോ ഒരു മാംഗോയില് നമുക്ക് അതിൻ്റെ ഉള്ളിലും ഇൻട്രിക്കേറ്റ് വർക്ക്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കാട്ടിലും ഹെവി വർക്ക് വരുന്നതാണ്. ഡബിൾ കളറാണ് മീന വർക്ക് വന്നിട്ട് വരുന്ന ഒരു സാരി. പിന്നെ ഈ ഒരു സാരി കൂടാണ്ട് ഇവിടെ എന്തോ 30 ഗ്രാമിന്റെ സാരി ഒക്കെ പറഞ്ഞു. 30 ഗ്രാമിന്റെ കാണിക്കാം. അങ്ങനെ വിടില്ലല്ലോ, കാണിക്കാതെ വിടില്ലല്ലോ ചേച്ചി. സസ്പെൻസ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ഗ്രാമിന്റെ. ഈ സാരിയുടെ ഒന്ന് വെയിറ്റ് പിടിച്ചു നോക്കൂ. 30 ഗ്രാമിന്റെ സാരി കേട്ടോ. അപ്പൊ ഇതില് ജെറിയില്ല, ഒന്നുമില്ല, നമുക്ക് ഈ റിംഗിന്റെ ഉള്ളിൽ കേറി പോവാൻ പറ്റുന്ന സാരിയാണ്. അപ്പൊ പക്ഷെ ഇതിൽ പല ടൈപ്സ് ഓഫ് പ്രിന്റ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യിപ്പിച്ചത് പിച്ച്വായ് പ്രിന്റ്സ്. പിച്ച്വായ് പറഞ്ഞാൽ ഈ ഒരു ഫുള്ള് ഈ ഒരു വർക്കിനെ പറയണത് പിച്ച്വായ് പ്രിന്റ്. കണ്ടോ, ഇത് പിച്ച്വായ് പ്യുർ സിൽക്ക് ആണ്. പ്യുർ സിൽക്കില് പിച്ച്വായ് പ്രിന്റ്. റേറ്റും അധികമില്ല. ഫുൾ ഈ ബെർലിന്റെ നമ്മുടെ റിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന അത്രയ്ക്കും. ഇതൊക്കെ മുമ്പത്തെ ആൾക്കാർക്ക് അറിയണ്ടാവും. ഈവൻ മൈ മദർ ഹാസ് ദി സെയിം സാരി പണ്ട്. അതെ, എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു പണ്ട് ഈ ഒരു സെയിം സാരി, ഈ ഒരു സെയിം വർക്കിലാണ് കൂടുതൽ. ഈ ഒരു എന്താ പറയാ, ട്രഡീഷണൽ പാറ്റേണിലാണ് ഇതിന്റെ വർക്ക് വരിക. പിന്നെ ചിലവർ ട്രഡീഷണൽ പാറ്റേൺ ഉടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ പാറ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്യിപ്പിച്ചത്. ഇവിടെ ഒരെണ്ണം ഇതുപോലത്തെ, ഇതെല്ലാം മാക്സിമം നമ്മൾ പിച്ച്വായ് ആണ്. ഇതും പിച്ച്വായിൽ വരുന്നതാണ്. അപ്പൊ ഇത് വേറെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ 30 ഗ്രാമിന്റെ സാരിയാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ 30 ഗ്രാമിന്റെ തന്നെ. പിന്നെ നമുക്ക് 30 ഗ്രാമില് അതിലും എല്ലാത്തിലും നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതാ പറഞ്ഞ വന്ന കൺഫ്യൂസ് ആയി പോകും. അതെ, അപ്പൊ 30 ഗ്രാമിന്റെ സാരിയാണ് കേട്ടോ ഈ കാണുന്നത്. അതും പിച്ച്വായ പ്രിന്റില്. കളർ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നല്ല കളറല്ലേ, നല്ല ഭംഗി, ബ്യൂട്ടിഫുൾ കളർ. എല്ലോന്റെ പ്രിന്റ് ഒക്കെ വരുമ്പോൾ ഇനി കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ഇനി ബാക്കിയുള്ളത് അവര് നേരിട്ട് വന്ന് അതെ നേരിട്ട് വന്നവര് കണ്ടോ. എവിടേക്കാ വരണ്ടേ? എവിടേക്ക് വരണം? കുത്താമ്പള്ളിക്ക് വരണം. ഫസ്റ്റ് നിങ്ങൾ കുത്താമ്പള്ളി ഉള്ളിൽ എത്തിച്ചേരണം. കുത്താമ്പള്ളി വരുന്നത് തിരുവല്ലാമലയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക്, 5 കിലോമീറ്റേഴ്സ് എക്സാക്ട്ലി ഉള്ളിലേക്ക് വരണം. വന്ന് സർക്കാർ കിണർ സ്റ്റോപ്പ്, അവിടെ നിന്ന് ഒരു 30 മീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഒരു സ്റ്റെപ്പ് ഉള്ളിലേക്ക് വരിക, 1 മിനിറ്റ്, ലെസ് ദാൻ എ മിനിറ്റിൻ്റെ വാക്ക് മാത്രമേ ഉള്ളൂ. വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൊക്കേഷൻ്റെ കാര്യം വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ അയക്കുക. അതുപോലെ ചേച്ചി നിങ്ങൾ ലിങ്ക് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ ലിങ്ക് ഇട്ട് തരും. പിന്നെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വേറെ ഒരു ഡൗട്ടും ഇവിടെ പെടുന്നില്ല. എവിടെ എത്തിച്ചേരാണ്ട് നിങ്ങൾ വിളിക്കുന്ന കടകളിൽ എത്തിച്ചേരാണ്ട് ഇവിടെ എത്തിച്ചേരണമെന്ന് മാത്രമേ എനിക്കൊരു ഇപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് മൊത്തം റീറ്റെയിൽ ആണ്. അപ്പൊ റീറ്റെയിൽ ആണെന്ന് വിചാരിച്ച പ്രൈസ് അത്ര വലിയ ഹൈ ഒന്നല്ല. ഇത് തന്നെ സെയിം നമുക്ക് ബൾക്കായിട്ട് ഹോൾസെയിൽ രീതിയിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, റീറ്റെയിലും ചെയ്യുന്നുണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ഷോപ്പിന്റെ പേര് വരുന്നത് ശുഭരാഗ ടെക്സ്റ്റൈൽസ് കുത്താമ്പുള്ളിയിലാണ്. പിന്നെ ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ഷോപ്പല്ല, ഇത് ശരിക്കും വീടാണ്. വീടിലാണ് ഈ ഒരു ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണമെന്ന് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിന്റെ റെന്റ് കൊടുക്കണ്ട, AC ചാർജ് കൊടുക്കണ്ട, സ്റ്റാഫിന്റെ ചാർജ് കൊടുക്കണ്ട. അപ്പൊ ആ പൈസ ഒക്കെ നമ്മുടെ പോക്കറ്റിലേക്ക് വീഴും. സാരിയുടെ പൈസ മാത്രം കൊടുത്താൽ മതി. അത് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. ആ ചേട്ടന്മാരൊക്കെ അവര് എറണാകുളത്ത് നിന്ന് വന്നവരും കോട്ടയത്ത് നിന്ന് വന്നവരും അവര് പറഞ്ഞ റിവ്യൂസ് ഒക്കെ ഇത് തന്നെയാണ്. അവര് ഇന്ന് കുറെ കിട്ടി, അവര് എത്രയോ പറഞ്ഞിട്ടുണ്ട്. അതെ, തൃശ്ശൂരിൽ നിന്ന് വന്നവര് അവര് തന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ വലിയ വലിയ കടകളിൽ പോയിട്ട് ലാസ്റ്റ് ഇവിടേക്ക് വന്നിട്ടാണ് ഓരോന്നോരോന്നും നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് സെമിയിലും ഫാൻസിയിലായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഉണ്ടാവും. അത് ആ വീഡിയോ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു വീഡിയോ പാർട്ട് 2 നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു. Yes, thank you so much. Bye bye.